നമസ്തേ മാസ്റ്റേഴ്സ്, മഹാകാൽ ബാബാജി, മാതാജി, സദാനന്ദജി, എല്ലാ ഗുരുക്കന്മാർക്കും ഗുരു പരമ്പരകൾക്കും സുനിതാദിക്കും എല്ലാ ഡിവൈൻ എനർജീസിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും സമർപ്പിക്കുന്നു. ഇന്നിപ്പോൾ നമ്മള് ഗീതാജിയുടെ ALC എക്സ്പീരിയൻസസ് ഒത്തന്റിക് ലൈഫ് സെന്ററിൽ ഗീതാജി എത്തിയതിനു ശേഷമുള്ള എല്ലാവിധ തലങ്ങളിലുമുള്ള എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനാണ് ഇവിടെ ഇരിക്കുന്നത്. ഗീതാജിയിലേക്ക് കടക്കാം. ഗീതാജി പറഞ്ഞോളൂ. യെസ്, നമസ്തേ ജി, മഹാദർ ബാബാജി, മാതാജി, ഗുരുമണ്ഡലി, സ്വാമി സമർത്ഥ്, ഈ എല്ലാ ഗുരു പരമ്പരകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ALCയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 8-9 മാസമായി കാണും. അതിനു മുമ്പേ ഞാൻ 2 വർഷം മുന്നേ മെഡിറ്റേറ്റർ തന്നെയാണ്. പക്ഷെ ALCയിൽ വന്നതിന് ശേഷം ചാനലിംഗ് മെഡിറ്റേഷൻ എന്താന്നുള്ള ഇതിനെക്കുറിച്ചാണ് എനിക്ക് ആദ്യം അറിയാൻ പറ്റിയത്. അതുവരെ നമ്മൾ സൈലന്റ് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ചാനലിംഗ് മെഡിറ്റേഷൻ എന്താന്നുള്ള ഒരു അറിവാണ് സുനിതാജിയിലൂടെ നമുക്കുണ്ടായത്. സുനിതാജിക്കും ഞാൻ നന്ദി അറിയിക്കുന്നു, ഗ്രാറ്റിറ്റ്യൂഡ്. ഫസ്റ്റ് രീതിയുടെ എന്താ വെച്ചാൽ നമുക്ക് മറ്റേ ആൻസിസ്റ്റേഴ്സിന്റെ പൂർവികന്മാരുടെ ഒരു സെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് സ്റ്റാർട്ടിങ്. അതിൽ വന്ന ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് ഞാൻ വന്നത്. അതെങ്ങനെയാ, അത് എനിക്കൊരു അത്ഭുതകരമായിട്ട് അതെനിക്ക് വന്നത് തന്നെ. എങ്ങനെയാണ് ഇത് ട്രാൻസ്ലേറ്റർ ആയിട്ട് ഞാൻ വന്നതെന്ന് എനിക്ക് അത് ഒരു ഗ്രൂപ്പിൽ അവരിങ്ങനെ ഇട്ടുണ്ടായിരുന്നു, മലയാളം ട്രാൻസ്ലേറ്റർ ആവശ്യമുണ്ടെന്ന്. ആ ഗ്രൂപ്പിൽ ഞാൻ കണ്ടിട്ട് ഞാൻ പോയി അവിടെ പോയി അപ്ലൈ ചെയ്തതാ. അപ്ലൈ ചെയ്തപ്പോഴും എനിക്ക് ഹിന്ദി ഭയങ്കര വലിയ ഹിന്ദി ഒന്നും അറിയില്ലെങ്കിലും എനിക്ക് എന്താ അത് ചെയ്യാൻ തോന്നിച്ചെന്നുള്ള ഒരു പ്രചോദനം എന്താന്ന് എനിക്ക് ഇന്നും അറിയില്ല. അത് എന്നെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ച പോലെ ഞാൻ പോയി ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൽ ട്രാൻസ്ലേറ്റ് വേറെ ആൾക്കാരൊന്നും അങ്ങനെ ഇല്ലാത്ത കാരണം നമ്മൾ അതിൽ ഉണ്ടായിരുന്നവർക്ക് അത്ര അങ്ങോട്ട് ഒരു മുന്നിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ കുറച്ചു കാലം ഒരു 6-7 മാസം വരെ ഞാൻ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അപ്പോഴും കുറെ ആൾക്കാരെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നമുക്കപ്പൊന്നും അതിലേക്ക് ആളെ കിട്ടിയില്ല. അപ്പോ ഒരു നൈറ്റ് ഫുള്ളെല്ലാം പൗർണമി മെഡിറ്റേഷനും കൂടി ഞാൻ അത് ഹാൻഡിൽ ചെയ്ത് പോന്നു. അത് എങ്ങനെയാ അത് ചെയ്തതെന്ന് ചോദിച്ചാൽ അതും എനിക്ക് അറിയില്ല. അത് ചിലപ്പോൾ ഉറങ്ങാണ്ടൊക്കെ ഇരുന്ന് ട്രാൻസിൽ പോവാണ്ടൊക്കെ അത് ചെയ്യാനായിട്ട് നമുക്ക് ബാബാജിയുടെ ഒരു ഹെൽപ്പ് തന്നെയായിരുന്നു അവിടെ. നമ്മുടെ ഓരോ പ്രവൃത്തികളും ബാബാജിയുടെ സപ്പോർട്ടോടെ തന്നെ അവിടെ നടക്കണ്ടായിരുന്നേ. അത് നമുക്ക് തിരിച്ചറിയണ്ടായിരുന്നു. കാരണം ഉറങ്ങാണ്ടിരിക്കുക, ട്രാൻസിൽ പോവാണ്ടിരിക്കുക, പിന്നെ നമ്മൾ പറയണത് മറ്റുള്ളവർക്ക് മനസ്സിലാവും വേണല്ലോ, പിന്നെ സുനിതാജി പറയണത് നമുക്ക് മനസ്സിലാവണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയത് ബാബാജിയുടെ 100% സപ്പോർട്ടുണ്ട്. അവിടെ നമ്മളൊന്നുമില്ല, നമ്മൾ ഫുൾ സറണ്ടർ മാത്രമുള്ളൂ. അത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണേക്ക് മുമ്പ് ഞാൻ ആദ്യം അതാ പ്രാർത്ഥിക്കുക, ട്രാൻസിൽ പോവാണ്ടും നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവണേ എന്നുള്ള ഇതുകൊണ്ട് എന്നും വിളക്ക് എത്തിച്ചു വെച്ച് ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് തുടങ്ങുക. അത് എപ്പോ നമ്മളത് മറന്ന് ചെയ്യണോ, എപ്പോഴാണ് നമ്മളത് ബാബാജിയോട് പെട്ടെന്ന് അവസരപ്പെട്ട് നമ്മൾ എണീക്കാൻ ചിലപ്പോൾ ജസ്റ്റ് വൈകിയ അന്ന് നമ്മൾ ചിലപ്പോ ബാബാജിയോട് ഇത് പറയാൻ വിടോ, കുളിക്കാണ്ടിരിക്കോ, നമ്മൾ ആ ഒരു ഫ്രഷ് ആയിട്ട് രീതി എപ്പോഴും പറയുന്ന ഒരു കല്ല് പല്ല് തേച്ച് നാക്ക് വടിക്കാണ്ടിരിക്കാൻ പാടില്ല, മഞ്ഞൾ വെള്ളം കുടിക്കാണ്ടിരിക്കുക, ഇതൊന്നും ഈ കർമ്മങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരുന്ന അന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയെങ്കിലും ഫോൺ കട്ടാവും, അല്ലെങ്കിൽ ലൈൻ പോവുക, കറണ്ട് ഏതെങ്കിലും വൈഫൈ കട്ടാവുക. മുമ്പേ സ്റ്റാർട്ടിങ്ങിലുള്ള പ്രശ്നം കേട്ടോ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒക്കെ നമ്മളത് ഡെഡിക്കേഷനോട് ചെയ്തു തുടങ്ങി. ഇപ്പൊ അങ്ങനത്തെ ലൈൻ നമുക്ക് പ്രശ്നമേ വരാറില്ല. അപ്പോ അവിടെ ഡെഡിക്കേഷൻ എന്നുള്ളത് ബാബാജിയോട് സമ്മതം ചോദിച്ചിട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് കാര്യം സമ്മതം, അവിടെ സറണ്ടർ ആവണം. നമ്മൾ അവിടെ ഒന്നുമല്ല, ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. അങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ എനിക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ കാരണങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കല് പെട്ടെന്ന് ഫോൺ കട്ടായി പോകും. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് ഫോൺ കട്ടായതിന്റെ കാരണം ഇതാണ്. അപ്പൊ നമ്മൾ അടുത്ത ദിവസം അത് വരാണ്ടിരിക്കാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് പ്രാവശ്യം സംഭവിക്കാറുണ്ട്. കാരണം സ്ട്രീമിംഗ് ഒന്നും നമ്മളല്ല, വേറെ വേറെ ആൾക്കാരെ കൊടുക്കാറ്. ചിലപ്പോൾ പറയണത് കേൾക്കാണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളെ കൊണ്ടാവും. ചിലപ്പോൾ സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന തന്നെ ഫോൺ ഓഫ് ആയി ഉണ്ടാവും, ലൈനിൽ നമ്മൾ പോയിണ്ടാവും. അത് എങ്ങനെ നടക്കണേന്ന് അറിയില്ല. അങ്ങനത്തെ കുറെ ബാബാജി നമ്മളെ ഭയങ്കര പരീക്ഷണങ്ങൾ നമുക്ക് തരാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് എന്റെ ഫസ്റ്റ് ഇതില് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു ആദ്യത്തെ ഒരു അനുഭവം എനിക്ക് അതാ. ട്രാൻസ്ലേഷനിലാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയതല്ലേ, അപ്പോ എനിക്കുണ്ടായ ആദ്യത്തെ ഒരു അനുഭവം അതാ. പിന്നെ അത് അതായത് ഗീതാജിയുടെ യാത്ര തുടങ്ങുന്നത് സുനിതാജിയുടെ ട്രാൻസ്ലേഷൻ അല്ലേ, ഹിന്ദി ടു മലയാളം ട്രാൻസ്ലേഷനിലൂടെയാണ്. അതും അതൊരു നിയോഗത്താൽ ബാബാജി സ്വയം ഏൽപ്പിച്ച് തന്ന ഒരു ദൗത്യം അല്ലേ.
അങ്ങനെയും എനിക്ക് ഓക്കെ. അതുണ്ടായി. അതും ദീദിയുടെ സംസാരം നടന്നുകൊണ്ടിരിക്കൽ എനിക്ക് എന്റെ തൊണ്ടയിൽ എന്തോ എന്റെ പിടിച്ച് വലിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ എന്റെ തൊണ്ട ബാബാജി സെലക്ട് ചെയ്ത പോലെയാണ് എനിക്കത് ഉണ്ടായത്. അതുകൊണ്ടാണ് എനിക്ക് ആ ട്രാൻസ്ലേഷൻ ചെയ്യാൻ എന്നെ അവിടെ നിയോഗിച്ച പോലെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിരുന്നു. ദീദിയുടെ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അതുണ്ടായി എനിക്ക്. അങ്ങനെ ഒരു ഇത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്. കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം. അതെ. ഗീതാജി ഇതിലേക്ക് ഇങ്ങനെ ഒരു ഇതിലൂടെ കടന്നു വന്ന അതാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, പറഞ്ഞോളൂ. ഇനി മറ്റു മേഖലകളെ കുറിച്ച് പറഞ്ഞോളൂ. ട്രാൻസ്ലേഷനിൽ വന്ന് നമുക്ക് ആ ഒരു ഇതാണെങ്കിലും സുനിത ദീദി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സുനിത ദീദി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ എന്താ പറയാ, അയ്യോ നമ്മൾ വേറെ ഏതോ ഒരു ഇതിൽ എത്തിപ്പെട്ടേക്കുക, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു. ഇതൊന്നും നമ്മൾ അറിയാത്തൊരു ലോകം നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങി. എങ്ങനെ അത് പറയുന്ന അറിയില്ല, അത്രയ്ക്ക് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് മോർണിംഗ് സെക്ഷനിൽ സുനിത ദീദി പറയാ. നമ്മൾ ചിന്തിക്ക് പോലും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സുനിത ദീദി ഇങ്ങനെ പറയും. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ സെക്ഷനിൽ സുനിത ദീദി എന്താ നമ്മൾ മരിക്കുമ്പോ നമ്മൾ എങ്ങനെ ആയിരിക്കണം ആ മരണം, അതിലേക്ക് നമ്മൾ എങ്ങനെ തയ്യാറെടുക്കണം, അതിലേക്ക് ഒരു ഗുരുവിന്റെ സപ്പോർട്ട് നമ്മൾ എങ്ങനെ, ആ 7 ബോഡിയും വിട്ട് നമ്മൾ ഈ മൃത്യു എന്ന് പറയുന്ന ഈ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകണം അല്ലെ, അതിന് നമ്മളെ ഗുരു എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഗുരുവിന്റെ സാന്നിധ്യത്തിലൂടെ ഈ 7 ബോഡീനെ നമുക്ക് എങ്ങനെ വിട്ടുകൊണ്ട് മോക്ഷം നേടാം. അല്ലെങ്കിൽ ഒരു ബോഡി ഇവിടെ സ്റ്റക്കായ പിന്നെയും ജന്മം എടുക്കണം നമ്മള്. ആ ബോഡി 7ഉം പുറത്തേക്ക് പോവാനായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഇന്നത്തെ സെക്ഷനിൽ. അപ്പൊ അതുപോലെ ഓരോ ദിവസവും അങ്ങനെ സെക്ഷനിൽ വളരെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മളെ റുട്ടീൻ ഡിസിപ്ലിൻ പാലിക്കേണ്ട കാര്യം. ഡിസിപ്ലിൻ എന്താണ്, ഡിസിപ്ലിൻ ഇമ്പോർട്ടന്റ്. ഇന്നത്തെ സെക്ഷനിൽ സുനിത ദീദി പറഞ്ഞ കാര്യം അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കേണ്ട കാര്യം എന്താണ്, അതിലൂടെ നിങ്ങൾക്ക് ഡിറ്റാച്ച്മെന്റ് എങ്ങനെ എടുക്കാം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പാലിച്ചാൽ മാത്രമേ നമുക്ക് അവസാന കാലങ്ങളിൽ ഈ ബോഡി വിടുമ്പോൾ ആ ബോഡി വിടാനുള്ള തയ്യാറെടുപ്പിനും കൂടി ഇപ്പവേ നമ്മൾ അതിന് റെഡി ആവാനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്കൊന്നും അറിയാത്ത നമുക്കിത് കേൾക്കുമ്പോ എത്ര എത്ര ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനോട് കൂടുതൽ ആ ഒരു ഗുരു നമുക്ക് വേണം. ഒരു ലൈഫിൽ ഗുരുവിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് എനിക്ക് അവിടെ മനസ്സിലായത്. ഒരു ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ലൈഫ് ഫോളോ ചെയ്ത് നമ്മൾ പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വഴിതെറ്റി നമ്മൾ നമ്മുടെ മൈൻഡ് നമ്മളെ കളിപ്പിക്കാൻ തുടങ്ങും. പക്ഷെ ഒരു ഗുരു ഉണ്ടെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യും. ഡെയിലി ആ മോർണിംഗ് സെക്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഹോമം ചെയ്യുന്നുണ്ട്. ആ ഹോമം ചെയ്യുന്നതിലൂടെ എനിക്ക് എത്ര മാറ്റങ്ങൾ. ഞാൻ ആദ്യം ട്രാൻസ്ലേറ്റ് പോയിരുന്നു. അപ്പൊ ട്രാൻസ്ലേഷൻ വേറെ ആൾക്കാരുള്ള കാരണം നമ്മൾ സ്ട്രീമിംഗ് കൊടുത്തിരിക്കുക. എന്താ അറിയില്ല, കുറച്ച് ദിവസം ട്രാൻസിൽ പോകാൻ എനിക്കൊന്നും, ഞാൻ വിചാരിക്കുന്നത് എന്താ എന്റെ ബോഡി ഇങ്ങനെ പോണേ, എനിക്ക് മനസ്സിലാവണില്ല. അപ്പോഴാണ് സുനിത ദീദി ഈ സെക്ഷൻ ഹോമത്തിന്റെ സെക്ഷൻ വെക്കണത്. ഇത് ഒരു നേരം ഹോമം എന്നുള്ള 5 മിനിറ്റ് ഉണ്ടായിരുന്നത് സുനിത ദീദി 1 മണിക്കൂറിലേക്ക് മാറ്റി. അത് 2 ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ആ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. എന്റെ ബോഡിയിൽ എന്ത് നടക്കണമെന്നുള്ളത്, നമുക്ക് ഏതോ ഒരു ഡാർക്ക് ഫോഴ്സിന്റെ അറ്റാക്ക് നമ്മുടെ ബോഡിയിൽ, അതിനൊക്കെ ഓറയിൽ നിന്ന് നമുക്ക് എടുത്ത് കളയണമെങ്കിൽ ഹോമം നമ്മളെ എത്ര ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് റിയലി എക്സ്പീരിയൻസ് ചെയ്തു ഞാൻ അതിനെ. അന്നത് സുനിത ദീദി പറയും ചെയ്തു, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ. അപ്പൊ ഓരോരുത്തരൊക്കെ എന്നോട് ഈ സെക്ഷൻ കഴിയുമ്പോൾ ഇതിൽ എന്താ പറഞ്ഞ, എന്താ ഉണ്ടായ, ഞാൻ ട്രാൻസിൽ പോയി, അറിയില്ലെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കും. ഞാനേ ട്രാൻസിൽ പോയി, എനിക്കറിയില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് ഒന്നും കേൾക്കാൻ പറ്റിയില്ല, ഞാൻ ട്രാൻസിൽ പോയി, എനിക്ക് ഇന്ന് സ്ട്രീമിംഗ് കൊടുത്തിരുന്നു, എനിക്ക് ഒന്നും. ഇത് പറയുമ്പോ നമുക്ക് തന്നെ എന്താ നമുക്ക് പറ്റണേ നമുക്ക് തന്നെ. പക്ഷെ അത് തിരിച്ചറിവിന് നമുക്ക് തന്നെ മനസ്സിലായത് അല്ല, ഈ ഹോമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഓറ എത്ര ക്ലെൻസ് ആവണമെന്ന്. ഇപ്പൊ ഈ ഹോമം നമ്മൾ ഈ ചെയ്യുന്നതിലൂടെ നമുക്ക് മരണത്തിലേക്ക് പോവാനുള്ള ആ ഒരു മൃത്യുവിന്റെ അവിടേക്ക് എത്താനുള്ള നമ്മുടെ എല്ലാ ബോഡിയും നമ്മുടെ കൂടിച്ചേരാനായിട്ട് ഈ ഹോമം നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് സുനിത ദീദി ഇന്നത്തെ സെക്ഷനിൽ പറഞ്ഞു. അപ്പൊ എത്രയധികം കാര്യങ്ങൾ, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതൊന്നും അറിയാണ്ട് ജീവിക്കുന്ന ജീവിതത്തിൽ എത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ. നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഒരു ക്ലീനിങ് ചെയ്യണം. നമ്മുടെ വീടിന്റെ ഉള്ളിൽ പൈപ്പ് ലൈൻ, വീടിന്റെ അടിയിൽ കിടക്കുന്ന അഴുക്ക് പോണ പൈപ്പ് ലൈൻ ക്ലീൻ ചെയ്താൽ അത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ശ്വാസനാളങ്ങൾ ക്ലീൻ ആവും, ശ്വാസമുട്ടുകൾ മാറും, കഫത്തിന്റെ അസുഖം, ഇതൊക്കെ നമ്മളെ എഫക്ട് ആവുന്നത് സാധാരണ ഒരു മനുഷ്യന് അറിയില്ല. പക്ഷെ ഇതൊക്കെ റിയലി, ഇതൊക്കെ നമ്മുടെ ഈ ബോഡി, നമ്മുടെ ഭൂമിന്റെ വീടിന്റെ ഉള്ളിലത്തെ ആ ഒരു എനർജി നമ്മുടെ ബോഡി എനർജിയായിട്ട് കണക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ ഒരു വീട്ടിൽ എത്ര വീടിന്റെ ഉള്ളിൽ പോയി ക്ലീൻ ചെയ്യണം. അത് ചിന്താഗതി അത്രയും പറയുമ്പോ, അപ്പൊ ഒരു വീട്ടില് ഒരു അലർജി ഉള്ള അസുഖമുള്ള ഒരാള് എന്നും ഈ അലർജി മാറാണ്ട് ഇരുന്നുകൊണ്ടേ ഇരിക്കുക. പക്ഷെ നിസ്സാരം നമ്മുടെ വീടിന്റെ അടിയിൽ, ഭൂമിയുടെ അടിയിൽ കൂടെ പോണ ഈ അഴുക്ക് വെള്ളത്തിന്റെ സെപ്റ്റിക് ടാങ്കോ നിങ്ങളുടെ ഡ്രൈനേജിന്റെയോ പൈപ്പ് ക്ലീൻ ചെയ്താ ഇത് നിങ്ങൾക്ക് ക്ലീൻ ആവും എന്ന് പറയുമ്പോ ആ ഒരു ഗുരു പറയാണ്ട് നമുക്ക് എങ്ങനെ അറിയും. നിസ്സാര അതെ കാര്യങ്ങളിലൂടെ. അതെ. അതെ, ഒരു മരുന്ന് ഈ ഒരു തേടി അതെ, അതാണ് നമ്മള് മരുന്ന് ഈ തേടി ഒരു നടക്കുക. അതെ.
മൃത്യുലോകത്തിൽ, അതായത് മനുഷ്യലോകത്തിൽ തന്നെ മൃത്യുലോകം എന്നാണല്ലോ അതെ പറയുന്നത്. അതെ 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 അത് എപ്പോഴും നമ്മൾ മായയിൽ പെടാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നോ നമ്മുടെ സ്വന്തം മനസ്സിലെ ചിന്തകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും വാക്കുകളിൽ നിന്നും ഒക്കെ. അപ്പം അതെ അവിടെയാണ് സുനിതാദി ബാബാജിയുടെ ഡയറക്റ്റ് ചാനലിങ്ങില് അതെ സുനിതാദി വരുന്നതും അല്ലെ, അതെ നമുക്കൊക്കെ അവരുടെ ഒരു കണ്ണിയാവാൻ കഴിഞ്ഞതും ഈ അതെ ഇതുപോലുള്ള ദിവ്യ ജ്ഞാനങ്ങളും അറിവുകളും ഒക്കെ ലഭിക്കാൻ പറ്റുന്നതിനും തീർച്ചയായിട്ടും പുണ്യം, തീർച്ചയായിട്ടും ഒരുപാട് പുണ്യം ചെയ്ത അതെ ജന്മങ്ങൾ നമ്മള് തന്നെയാണ്. എത്രയോ ജന്മജന്മങ്ങൾ പുണ്യം ചെയ്തു അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടാൻ. അത് ഓരോ ദിവസങ്ങളും ദീദി തെളിയിക്കുക നമ്മളോട്. അല്ല ഇതിങ്ങനെയാ ഓരോ ദിവസവും ദീദി ആ ഒരു ദീദിന്റെ ഗുരു എന്നുള്ള സ്ഥാനത്തിന് തെളിയിച്ചുകൊണ്ടിരിക്കുക. അത്ഭുതകരമായിട്ടാണ് ആ കാര്യങ്ങൾ ഓരോ ദിവസവും നടക്കുന്നത്. അത് പറഞ്ഞ് എങ്ങനെ ഫലിപ്പിക്കാൻ കഴിയില്ല. ആളുടെ കൂടെ നടക്കുമ്പോ തന്നെ നമുക്കത് അറിയാൻ കഴിയുള്ളൂ. അവിടെ കണക്ട് ആവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പറയാം ആൾ ദൈവങ്ങളെ വിശ്വസിക്കല്ലേ എന്ന്. പക്ഷെ ഒരു നാൾ ഞാനും പറഞ്ഞിരുന്നു ആൾ ദൈവങ്ങളെ വിശ്വസിക്കുക. പക്ഷെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മുടെ സ്ഥിതി വലുതായി നമ്മൾക്ക് തിരിച്ചറിവ് വരുമ്പോ തന്നെ നമ്മൾ അതിനെ വിശ്വസിക്കുള്ളൂ. ആ തിരിച്ചറിവ് തന്നെ നമ്മൾ ചെയ്ത പുണ്യം. അവിടേക്ക് നമ്മൾ കണക്ട് ആവണം. അത് ദീദിയിൽ നിന്ന് എനിക്ക് ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഡെയിലി സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്കുണ്ട് ഓരോ അത്ഭുതങ്ങളാണ് ഡെയിലി. അപ്പൊ ഇത് നാളെ ഞാൻ ഉറങ്ങാണ്ട് അല്ലെങ്കിൽ ട്രാൻസിൽ പോവാണ്ട് എനിക്ക് മിസ്സാവേണ്ടത് അറ്റൻഡ് ചെയ്യണേന്ന് എന്റെ എന്നത്തെയും പ്രാർത്ഥന. ആ ഗുരുവിൽ നിന്ന് തന്നെ ഇപ്പൊ ക്രിയായോഗയെ കുറിച്ചൊക്കെ പഠിക്കുക, ദീക്ഷ പഠിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പുതിയത് അങ്ങനെ അറിയണു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു, അതെങ്ങനെ മറ്റുള്ളവർക്ക് അറിയിക്കുന്നറിയില്ല. അത്ര ഒരു സന്തോഷം ഉള്ളുന്ന്. കാരണം ഇത്ര കാലം നമ്മള് ഒന്നും ലൈഫില് അറിയാണ്ട് ജീവിച്ച് അറിവോടുകൂടി നമ്മൾ ജീവിക്കുക. ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞില്ലേ, എന്നുവെച്ചാൽ ജീവിതം കലയായിട്ട് മാറുക. കലയായിട്ട് ഇപ്പൊ അതാണ് നമ്മുടെ എങ്ങനെ ഒരു ഇന്നത്തെ ദിവസം എത്ര ഡിസിപ്ലിൻ ആയിട്ട് എന്തൊക്കെ കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ആർട്ട് ഓഫ് ലിവിങ് ആണ് ഇപ്പോ ലൈഫിൽ. അപ്പൊ അതാണ് ഒരു ഹാപ്പിനെസ്. ജീവിതം തന്നെ ഒരു കലയാക്കി മാറ്റുക. അങ്ങനെ അടുത്ത അപ്പൊ ഗീതാജി, ഓക്കെ ഗീതാജി, ഇവിടെ സുനിതാദി കേരളത്തിൽ വന്നിരുന്നു അല്ലെ? നാല് അതെ സ്ഥലങ്ങളിലായി: തിരുവനന്തപുരം, കൊച്ചി, ആ തൃശ്ശൂർ, കണ്ണൂർ. അതെ അപ്പൊ അവിടെയൊക്കെ ഗീതാജി ആയിരുന്നു സുനിതാദിയോടൊപ്പം, ഗുരുവോടൊപ്പം എല്ലാം, എല്ലാവിധ നോളജും ഒക്കെ കിട്ടിക്കൊണ്ട് ഗീതാജി ആയിരുന്നു ഉണ്ടായത്. തീർച്ചയായും. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസസും അതൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അത് ആക്ച്വലി അത് എന്റെ ഒരു ഭാഗ്യം തന്നെയാന്ന് പറയണം കേട്ടോ. കാരണം അങ്ങനെ ഒരു ഗുരുവിന്റെ കൂടെ നടക്കാൻ പറ്റിയ ഒരു അവസരം. ഓരോ നിമിഷങ്ങളും അവരുടെ സ്വഭാവങ്ങളെ നമുക്ക് തിരിച്ചറിയാം. പക്ഷെ ആദ്യമൊന്നും അത്ര അറിയുണ്ടായിരുന്നില്ലെങ്കിലും പക്ഷെ ആളുടെ ഓരോ ദിവസത്തെ എനിക്ക് അത്ര ഒരു പുണ്യം അന്ന് കൂടെ ഇരുന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു എന്ന് തിരിച്ചറിവ്. ഓക്കെ, സുന്ദരദീദി അടുത്തിരുന്നുകൊണ്ട് നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മൾ കൂടെ പോണ ഒരാളാണെങ്കിൽ നമ്മളെ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗൈഡ് ചെയ്യും. അത് ഈ സെക്ഷൻ ഫസ്റ്റ് കേരളത്തിൽ വരാനായിട്ട് ഞാൻ കുറെ പ്രാവശ്യം സുനിതാ ദീദിയോട് ചോദിച്ചു എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെക്ഷൻ വെക്കാം, ഒരു സെക്ഷൻ കേരളത്തിൽ വെക്കാന്ന് പറയുമ്പോൾ ഈ സുനിതാ ദീദി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് വീട് പോയിട്ട് ക്ലെൻസിങ് ആണ് അവർ ചെയ്യുക. അവര് ചെയ്യുന്ന ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഓരോ സ്ഥലങ്ങളിലുള്ള ലോവർ ഡയമെൻഷനിൽ ഇരിക്കുന്ന സോളുകളെ റിലീസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്ഥലത്തിന് എനർജി പ്ലേസ് ആക്കി മാറ്റുക. അതാണ് സുനിതാ ദീദി ചെയ്യണത്. അവിടെ മനുഷ്യൻ ഏതെങ്കിലും ഒരാൾ സുനിതാ ദീദിയായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ആളിലൂടെ അവരുടെ ഏരിയ ഫുള്ളായിട്ട് ക്ലെൻസ് ചെയ്യാം. അവരുടെ വീട് തൊട്ട് അവര് എവിടെയാണോ അവരുടെ ഇപ്പൊ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് വിളിക്കുക, അല്ലെങ്കിൽ ഒരു അമ്പലം ക്ഷയിച്ചു പോയ അമ്പലമാണ്, ആ അമ്പലത്തിനൊന്ന് ഒരു കുറച്ചുകൂടി പുനരുദ്ധാരണം ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ അവിടെ പോയിട്ട് അവിടെയുള്ള ആ ഒരു ലോവർ ഡയമെൻഷൻ എനർജീനെ ഒക്കെ എടുത്തു കളഞ്ഞ് അവിടെ ആ ഒരു സ്പേസിനെ എനർജി ആക്കി മാറ്റുകയാണ് സുന്ദരി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് അറിയണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എല്ലാ മെഡിറ്റേറ്റ് മാസ്റ്റേഴ്സിന്റെയും പോലെ നമ്മൾ വിളിച്ച അവിടെ വന്ന് എല്ലാ ആൾക്കാരെയും കൂട്ടി അവിടെ സെക്ഷൻ എടുത്ത് പോകുന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ അപ്പൊ അത് അങ്ങനെയല്ലാന്ന് അപ്പൊ ഒരു തിരിച്ചറിവുണ്ടായി. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സജഷൻ ചോദിച്ചു. അപ്പോ സുനിതാ ദീദിയുടെ കൂടെ നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ മലയാളീസ് മെഡിറ്റേറ്റേഴ്സിന് സുനിതാ ദീദിനെ കാണാനും അറിയാനും ഒരു അവസരം സുനിതാ ദീദി കേരളത്തിൽ വന്നാലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ചോദിച്ചപ്പോ അപ്പൊ സുനിതാ ദീദി ഓക്കെ പറഞ്ഞു. അപ്പൊ സുനിതാ ദീദി പറഞ്ഞു ഒരു പ്ലേസിന് പകരം എനിക്ക് 3-4 പ്ലേസിൽ പോണ പോലെ ചെയ്യുക. അപ്പൊ ഞാൻ വരണത് ഒരു യൂസ്ഫുൾ ആവുമല്ലോ എന്നുള്ളൊരു അതില് ശരി. അപ്പൊ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ വെച്ചു. അവരെന്താ വെച്ചാൽ ഇപ്പൊ ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഉള്ളിൽ 4 സ്ഥലത്ത് നിന്ന് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ചെയ്തു വന്നപ്പോ ഫുൾ കേരളത്തില് എന്നുള്ളതാ.
കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ആയി. അത് എങ്ങനെയായെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. ഈ പറയുന്ന ആൾക്കാരെ ഒന്നും ഞാൻ അറിയണവരല്ല. പക്ഷെ ട്രിവാൻഡ്രമുള്ള ആ ഒരു ടീം, രേഖാജിന്റെ ആ ടീം മാത്രം എനിക്ക് അറിയായിരുന്നു. അവര് എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു ഇതൊക്കെ കൊണ്ടുവരാനും എല്ലാത്തിനും. ട്രിവാൻഡ്രത്ത് മാത്രം ഞാൻ പോയില്ല, അത് ഫുൾ തന്നെ അവര് തന്നെ മാനേജ് ചെയ്തു. അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ ടീം. അവിടുന്ന് വന്ന് നമുക്ക് കൊച്ചിനിൽ വന്നപ്പോ ആദ്യം ഞാൻ കൊച്ചിനിലാണ് സുന്ദാദീദിനെ കാണുന്നത്. കൊച്ചിനിൽ വന്ന് സുന്ദാദീദി ഇറങ്ങുമ്പോ സുന്ദാദീദി എങ്ങനെയുള്ള വ്യക്തിയാന്ന് എനിക്ക് സ്വാതിജി പറഞ്ഞ് മാത്രമേ അറിയുള്ളൂ. പക്ഷെ നമുക്ക് ഗുരുവിനെ ഡെയിലി കാണി അടുത്തറിയില്ല ആള് എത്ര ഇതായി. ചില ഗുരുക്കന്മാരൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ചിലവർ ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പൊ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം നമുക്കറിയില്ല. ആള് ഭയങ്കര സോഫ്റ്റ്. നമ്മൾ വന്ന് ഫസ്റ്റ് കണ്ടപ്പോഴേ ആള് ഭയങ്കര സോഫ്റ്റ് ആണ്. പക്ഷെ അവർക്ക് താമസിക്കാൻ നമ്മൾ സൗകര്യമാക്കി കൊടുത്തോടത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കൊച്ചിയിൽ വന്ന് ഞാൻ ആക്കി കൊടുത്ത സ്ഥലത്ത് എന്ന് പറയുമ്പോൾ അവിടെ വന്ന് ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് ബോഡീനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുന്ന ടൈപ്പുള്ള എനർജി ആയിരുന്നു അവർക്ക്. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം അവരെന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ ആള് ഒരു 3D ലൈഫിൽ ഇരിക്കുന്നുണ്ടെങ്കിലും എനർജി വേറെ ഇതിലുള്ളതാ. അത് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ഇത് തന്നെയായിരുന്നു അത്. അപ്പൊ അവിടെ എനിക്ക് ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അതായിരുന്നു എനിക്ക് ആദ്യത്തെ ബുദ്ധിമുട്ട്. അയ്യോ ഇത് എന്ത് ചെയ്യുന്ന അറിയില്ല. ആള് ഇവിടെ വന്നു, ഞങ്ങൾ രാത്രി സമയത്താണ് ആ വീട്ടിലേക്ക് പോകണതും. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടുത്തെ എനർജി ആൾക്ക് കുറച്ച് സമയം കൊണ്ട് അതിന്റെ ഉള്ളിൽ ആൾക്ക് സഫോക്കേഷൻ, അവിടെ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ അവര് അവിടെ എനർജി ചേഞ്ച് ചെയ്യിപ്പിക്കും. അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുൾ വീട് ആരംഭം തൊട്ട് ഫുള്ള് ക്ലീൻ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ പൈപ്പ് ലൈൻ തൊട്ട് തന്നെ ക്ലീൻ ചെയ്യണ പോലെ ഒരു ഫുൾ ക്ലീൻ ചെയ്ത് അവിടെ എനർജീനെ ചേഞ്ച് ചെയ്യും അവര്. എന്നിട്ടാണ് പിന്നെ അവിടുന്ന് ഒരു വെള്ളം പോലും കുടിക്കുക. ഒരു വീട്ടിൽ പോയി ഒരു വെള്ളം പോലും ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർക്ക് അവിടുത്തെ എനർജീനെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് അവരത് ചെയ്യുക. പക്ഷെ അവിടെ അതിനുള്ള സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല. രാത്രി ഒരു 8:30ക്ക് ചെന്നത് കാരണം ഇരിക്കണ പരിമിതിയില് പിന്നെ അത് നമ്മൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കി കുറച്ചൊക്കെ ആളെ കൊണ്ട് പറ്റുന്ന പോലെ അത് ചെയ്തുകൊണ്ട് പിന്നെ അന്ന് രാത്രി നമ്മൾ അവിടെ സ്പെഷ്യൽ റൂം ഉണ്ടായിരുന്നു. അവിടെ ആ വീടിനോട് തനിയെ സെപ്പറേറ്റ് കെട്ടിയ പുതിയ റൂം ഉള്ളത് കൊണ്ട് അവിടേക്ക് അത്ര എനർജീന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അവിടെ തങ്ങി പിറ്റേ ദിവസം രാവിലെ നമ്മൾ അവിടുന്ന് പോന്നു. സെക്ഷൻസ് വളരെ നന്നായിട്ട് തന്നെ കഴിഞ്ഞു കുറെ അധികം. പക്ഷെ അവിടെ ഒരുപാട് അധികം വന്ന ആൾക്കാരിലും ബ്ലാക്ക് മാജിക്കിന്റെ അറ്റാക്കും ഡാർക്ക് ഫോഴ്സിന്റെ അറ്റാക്ക് ഉള്ളതായത് കൊണ്ട് സുന്ദാദീദി കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ട് നിൽക്കാൻ പറയണ്ടായിരുന്നു. കാരണം അത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇന്നും അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഒരു പേരൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഇന്നും ആ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അവർ പറയും അവരുടെ വീട്ടിൽ തന്നെ അവർക്ക് നടക്കുന്നതും. അപ്പൊ ഒരുപാടധികം അങ്ങനത്തെ ഒരു ഏരിയയിലുള്ള ആൾക്കാരായിരുന്നു അവിടെ അധികം വന്നിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ കുറെ പേര് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടായി. അവർക്കൊക്കെ ചിലരൊക്കെ പേഴ്സണൽ സെക്ഷൻ ഒക്കെ എടുത്ത് അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടുന്ന് നമ്മൾ തൃശ്ശൂർ വരുന്നത്. തൃശ്ശൂർ വരുമ്പോൾ എന്റെ കസിൻ തന്നെ കാറ് കൊണ്ടുവന്നിട്ടുള്ള കാരണം അവരുടെ കൂടെ നമ്മൾ ഒരുമിച്ചാണ് സുന്ദാദീദിയായിട്ട് തൃശ്ശൂർ വന്നത്. അപ്പൊ ആ കാറിൽ വരുമ്പോ എന്റെ കസിൻ വന്ന് സുന്ദാദീദി, ആ കുട്ടി എന്റെ മോള് അവള് കാർ ഓടിക്കുമ്പോ സുന്ദാദീദിയാണ് അടുത്തിരുന്ന് സംസാരിച്ചിരുന്നു. ഒരുപാടധികം എന്തൊക്കെയോ ഒരു കുറേ വർത്തമാനം പറഞ്ഞു. അന്ന് എനിക്ക് ഭയങ്കര ആ ഡാർക്ക് ഫോഴ്സിന്റെ അറ്റാക്ക് എനിക്ക് ഉണ്ടായി. അന്ന് എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. ഞാൻ സൈലന്റ് ആയിട്ടായിരുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ. അവിടുന്ന് വിട്ട് വീട്ടിൽ വരണ വരെ എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു. സുന്ദാദീദി ഹീൽ ചെയ്തെങ്കിലും ഞാൻ ഭയങ്കര സൈലന്റ് ആയിട്ടായിരുന്നു. എനിക്കൊന്നും കഴിക്കാനൊന്നും അതിന്റെ ഒരു എഫക്ട് എനിക്കുണ്ടായിരുന്നു. സുന്ദാദീദി പറയുകയും ചെയ്തു അവിടെയുള്ള ആൾക്കാരുടെ ഇടയിൽ കൂടെ വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എഫക്ട് ആയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കാറിൽ വന്ന് ഈ മോള് കുറെ നേരം സംസാരിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി അവിടെ നമ്മളെ കൊണ്ടുവന്ന് വിട്ടു. അന്ന് ഞങ്ങളൊരു 6 മണിയാവുണ്ടാവും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ. അവിടെ വന്നപ്പോ ഈ ഒരു ടെൻഷൻ എനിക്കുണ്ട്. അയ്യോ ഇവിടെ എങ്ങനെയായി, പിന്നെ നമ്മുടെ വീട്ടിൽ വരുമ്പോ എന്താവും അവസ്ഥ എന്ന് അറിയില്ലല്ലോ എന്നൊരു ടെൻഷൻ. അപ്പൊ ചേച്ചിയോട് മുന്നേ കുട്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട് ഇങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി വരണം, അവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്നപ്പോ ആൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം അത് പുതിയ വീടായിരുന്നു. അപ്പൊ പുതിയ വീട് ആയതുകൊണ്ട് അവിടെ വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ സോളുകളുടെ എനർജി ഒന്നും ഉണ്ടാവില്ലല്ലോ. ആര് ജീവിക്കുകയും മരിക്കുകയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. തലമുറകളായിട്ട് ആൾക്കാരൊന്നും ജീവിക്കാത്ത കാരണം ആൾക്ക് നല്ല എനർജി ഉണ്ടായിരുന്നു. ആള് നല്ല ഹാപ്പി ആയിരുന്നു. അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടുത്തെ ആ സ്ഥലത്തിന് തന്നെ നാഗഭൂമി എന്നാണ് ആള് പറഞ്ഞത്. നാഗത്തിന്റെ ഭൂമിയാണ് അത്. അത് നിങ്ങളെ അവിടെ താമസിക്കാൻ സമ്മതിക്കേണ്ടത് തന്നെ വലിയൊരു ഭാഗ്യാന്ന് പറയണം. അത്രയും നല്ലൊരു എനർജി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്ന് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കറക്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ ചെയ്യണം, അങ്ങനത്തെ കുറെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ ആ ഭൂമിനെ സംരക്ഷിച്ചു കൊണ്ട് നടന്നതിന് അവിടെയുള്ള ആൾക്കാരോടൊക്കെ നന്ദി പറഞ്ഞു ആള്. കാരണം ഇത്രയും കാരണം എല്ലാവരും നമ്മുടെ ഈ സനാതന ധർമ്മത്തിന് നശിപ്പിക്കുകയും പിന്നെ അതുപോലെ അമ്പലങ്ങളിൽ ഇത്രയും ഒരു ആചാരങ്ങൾ സൂക്ഷിക്കൊന്നും ഇല്ല ഇപ്പോ. പക്ഷെ അതൊക്കെ അവിടെ ഫോളോ ചെയ്യുന്ന കാരണം അവിടെയുള്ള ആൾക്കാരോടൊക്കെ നന്ദി പറയണ്ടായിരുന്നു. നിങ്ങളൊക്കെ പുണ്യം ചെയ്ത ആൾക്കാരാണ്, എന്തുകൊണ്ടാ ഇത്രയും നല്ലൊരു സ്ഥലം നിങ്ങൾ ഇങ്ങനെ കാത്തു സൂക്ഷിക്കണേ, നിങ്ങളൊക്കെ എന്താ വെച്ചാൽ അത്രയും ഗുരു തുല്യരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ജന്മം എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടുന്ന് സുന്ദാദീദിക്ക്
ഒരു ശാന്തിനി മാം സാരി കൊടുത്ത ആ സെക്ഷൻ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ആളുടെ ഇന്റർവ്യൂവിൽ. സാരി കൊടുത്തത് ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ശാന്തിനി മാമിന്റെ പറഞ്ഞിരുന്നു. അതൊരു എക്സ്പീരിയൻസാ നമുക്ക്. പിന്നെ അവിടുത്തെ ആ ഒരു അന്നത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞു നമ്മള് രാത്രി, അന്നും കൂടി രാത്രി നമ്മൾ തൃശ്ശൂർ തന്നെ തങ്ങി. കുറെ അധികം അമ്പലങ്ങളിലൊക്കെ ആള് പോയി. അവിടെ ഒരു മരം, ആൽമരം ഉണ്ട്. ആ ആൽമരത്തിന്റെ ചോട്ടിൽ എപ്പോഴും പോയി ഇരിക്കുമായിരുന്നു ആൾ അധിക സമയം. കാരണം എന്താ വെച്ചാൽ അവിടെ ടിബറ്റൻ എന്താ പറയാ മങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതെ, ബാബാജിയുടെ മാതാജിയുടെ ഒക്കെ എനർജി, സ്വാമി സമത് ഒക്കെ എനർജി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ശംബാലക്കുള്ള വഴി ഉണ്ടെന്നൊക്കെ പറഞ്ഞ സെക്ഷനിൽ ഒരുപാട് പറഞ്ഞു വരുന്നു. അപ്പൊ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്, അത് വായിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും ഒക്കെ ഭയങ്കര എന്താ ഒരു പറയണ്ടേ, പ്രാവശ്യം അവിടെ ഒരു പ്രാവശ്യം അവിടെ പോയി മീറ്റ് കോരിത്തരിപ്പാണ്. ചെയ്യണം. അതെ അതെ, ഒരു അതെ പ്രാവശ്യം അതെ തീർച്ചയായിട്ടും അതെ മീറ്റ് അതെ, ചെയ്യണം. നമുക്ക് അങ്ങനെ അതെ തോന്നുകയാണ്. കാരണം ആ ആൽമരത്തിൽ ആ ഇന്ന ദൈവമുണ്ട്, ഇവര് ഇപ്പുറത്തതില് ടിബറ്റൻ മങ്സ് ഉണ്ട്, ആ അതെ അതെ ഭൂമി മുഴുവൻ നാഗലക്ഷ്മി ഉണ്ട് അതെ 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 എന്നൊക്കെയുള്ള ആ ഒരു വിവരണം കേട്ടപ്പോഴേ അതെ. അല്ല, അതിപ്പോ മൊത്തം കേരളം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ അതെ സ്ഥലമാണ്. ഇപ്പൊ സുന്ദാദിദി അവിടേക്ക് വന്നത് കാരണം ആ സ്ഥലം ആൾക്ക് അത്രയ്ക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ പറഞ്ഞു ആള്. അത് അതൊക്കെ അതുവരെ ഞാൻ സുന്ദാദിദിയായിട്ട് അത്ര കണക്ഷൻ ഇല്ല. കാരണം എറണാകുളത്ത് ഞാൻ പറഞ്ഞില്ല, എറണാകുളത്ത് വന്ന് അവിടെ ഇറങ്ങിയപ്പോ സുന്ദാദിദിയുടെ മൂഡ് വേറെയാ. പക്ഷെ എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് സുന്ദാദിദിയായിട്ട് കുറച്ചെങ്കിലും ഞാൻ അടുത്ത് ചോദിക്കാനും അത്രയ്ക്ക് ഒരു സമയം. എന്റെ വീട്ടിലുള്ളവരൊക്കെ കുറെ പേരോട് സംസാരിച്ചു. പക്ഷെ ഞാൻ എപ്പോഴും ഓക്കെ ആ ഒരു കാര്യങ്ങൾ പറയുന്നത് നമ്മൾ സംസാരിക്കണം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് ആൾ ഓരോരോ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് കണ്ണൂർക്ക് നമ്മൾ അവിടുന്ന് ട്രെയിനിൽ പോകുമ്പോൾ സുന്ദാദിദി നമുക്ക് കുറെ ഇങ്ങനെ എന്തൊക്കെ ഫോളോ ചെയ്യുന്ന മെഡിറ്റേഷൻ്റെ ആ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ നിങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോഴും നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ കണ്ണൂര് വന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴും അവിടെ ആ ഒരു മറ്റേ എന്താ പറയാ ഷീജാജിയുടെ വീട്ടിലേക്കാണ് വന്നത്. അവിടെ വന്നു അവരെന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവിടെ വന്നപ്പോഴും ആൾക്ക് ഇതേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ ആൾക്ക് താമസിക്കാനും ആൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആൾക്കപ്പോ എന്നുവെച്ചാൽ ഓരോ വീടുകളിൽ പോകുമ്പോ അവിടുത്തെ എനർജി ആൾക്ക് ഭയങ്കര അവിടെ നിന്ന് കേറി ഉടനെ തന്നെ ആൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി, ബ്ലഡിന്റെ സ്മെൽ അടിക്കാൻ തുടങ്ങി. ആൾ അത് തന്നെ പറയണത് അവിടേക്ക് ആ ടേൺ ചെയ്ത് വന്നപ്പോ തൊട്ട്, നിങ്ങളുടെ ആ സ്ഥലത്തിലേക്ക് ടേൺ ചെയ്ത് വന്നപ്പോ തൊട്ട് ആൾ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഇതിന്റെ പേരുകളൊക്കെ എടുത്തെടുത്ത് ചോദിച്ചു, അങ്ങനെ കുറെ കാര്യങ്ങൾ. പക്ഷെ അവർക്ക് തന്നെ മുഴുവൻ അതിനെ കുറിച്ച് അറിയില്ല. പിന്നെ അവിടെ വന്ന സെക്ഷൻ വന്ന് അറ്റൻഡ് ചെയ്ത കുറെ പേര് ഇതുപോലെ പേഴ്സണൽ സെക്ഷൻ എടുത്തവർക്ക് ഒരു ചില പേർക്കൊക്കെ കുഴപ്പമില്ല, ചില പേർക്കൊക്കെ ഇപ്പോഴും ഭയങ്കരമായിട്ട് ആ ഒരു അറ്റാച്ച്മെന്റിൽ കണ്ടിന്യൂ ചെയ്യേണ്ടവര്. പക്ഷെ ആ സെക്ഷനിൽ ഏറ്റവും അധികം എനിക്ക് സന്തോഷം തോന്നിയതെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ലേറ്റർ എനിക്ക് കിട്ടി. റെജിനാജിൽ അവിടെ വന്നിട്ടുള്ള സുന്ദാദിദിയാണ് റെജിനാജിനെ സെലക്ട് ചെയ്തത്. അതേപോലെ കൊച്ചിനിലെ മറ്റേ ശ്രീവിദ്യാജിനെ സുനിതാ ദീദി തന്നെ സെലക്ട് ചെയ്തത്. കാരണം അത്രയും നാള് ഞാൻ തനിയെ ട്രാൻസ്ലേഷൻ ചെയ്ത് എനിക്ക് ഒരാൾ ഹെൽപ്പിന് വന്ന് അവിടുന്ന്. അത് ഭയങ്കര ഒരു സപ്പോർട്ടായി നമുക്ക്, വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. എൽസിക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു നിങ്ങളുടെ കൂടി വന്നു ചേർന്നപ്പോൾ. നമുക്ക് അത് കൊണ്ടുപോയി ഇനിയും കുറച്ചും കൂടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇതുപോലുള്ള ഇന്റർവ്യൂവിനും ഒക്കെ നമുക്ക് സപ്പോർട്ടായി എല്ലാത്തിനും. പിന്നെ കാലത്ത് ഇപ്പൊ ഫുൾ ഡേ സെക്ഷൻ വരുമ്പോ ഒക്കെ നമുക്ക് പിരിച്ച് പിരിച്ച് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ, ഒരാൾ ചെയ്യുന്നേക്കാളും. അങ്ങനെ അങ്ങനെ കുറെ നല്ലൊരു എക്സ്പീരിയൻസാ. പിന്നെ അവിടെ അമ്പലങ്ങളിൽ പോയി, അവിടെയുള്ള അമ്പലം പോയപ്പോ അവരുടെ തന്നെ അമ്പലത്തിൽ കുറെ അധികം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവരെന്നെ അമ്പലം പുനരുദ്ധാരണത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, നാഗത്തിന്റെ ദോഷങ്ങള്, നാഗം എങ്ങനെയാണ് ഇവിടുന്ന് അവിടേക്ക് ശാപമായിട്ട് മാറിയത്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവരെന്ത് ചെയ്യണം, ആ പുനരുദ്ധാരത്തിന് പ്രതിഷ്ഠ ചെയ്യുന്നതിന്റെ സ്ഥാനം അവർ കണ്ടത് കുറച്ച് മാറ്റിയിട്ടാ ചെയ്യേണ്ടിയിരുന്നത്, ആ സ്ഥാനം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പിന്നെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായത് എന്താ വെച്ചാൽ, ഞങ്ങള് അന്ന് വൈകുന്നേരം സെക്ഷൻ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം കാലത്ത് തൊട്ടേ ഒരു കാസർഗോഡ് നിന്ന് ഒരു കുട്ടി, എനിക്കൊരു മോള്, അവളുടെ പേര് ഞാൻ മറന്നു ഇപ്പോ, അവളെ എനിക്ക് വിളിക്കണ്ടായിരുന്നു ദീദീനെ കാണാൻ വരാം. പക്ഷെ രാവിലെ വരാൻ പറ്റില്ല, മോനെ സ്കൂളിൽ വിടണം, അത് കഴിഞ്ഞിട്ട് വന്നെങ്കിൽ തിരിച്ചു വരാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞിട്ട് ഒരു കുട്ടി, ആ മോൾ എന്നെ വിളിക്കണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരു ഈവനിങ് ഒരു 6 മണി കഴിഞ്ഞപ്പോ ആ കുട്ടി തിരിച്ചും വിളിച്ചു, ഞാൻ വരുന്നുണ്ട് ദീദീനെ കാണാനായിട്ട്, കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ശരി ദീദി പറഞ്ഞു വന്നോളൂന്ന്. പകുതി റൂട്ട് വന്നു കഴിഞ്ഞിട്ടാ വിളിക്കണേ. പക്ഷെ അവരിവിടെ എത്തിപ്പിക്കും ഒരു 8 മണി കഴിഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ഈ അമ്പലത്തിൽ പോയി തിരിച്ച് ഇവിടെ വരുന്നത്. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഒരു ദീദി വന്നു, ഒരു 5 മിനിറ്റ് ആളെ കണ്ടു, സംസാരിച്ചു. അപ്പൊ ആള് സംസാരിച്ചു കഴിഞ്ഞ് ആളെന്തൊക്കെയോ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ഇംഗ്ലീഷിൽ ചോദിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ആൾക്ക് പറഞ്ഞു കൊടുത്തു. അതൊക്കെ ചെയ്യുമ്പോ വന്നിരുന്നപ്പോ ഹിന്ദിയിൽ ദീദി പറയുന്ന ട്രാൻസ്ലേഷൻ ചെയ്യാൻ ഞാൻ വന്നിരുന്നപ്പോ ഒരു ആളുടെ ഒരു ജന്മം ആള് ഹിമാലയത്തിലായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു.
അപ്പൊ ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, മോള് ഒരു ജന്മ ഹിമാലയത്തിലായിരുന്നു, അതുകൊണ്ട് ഈ ലൈഫ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഗുരുക്കന്മാരെ തേടി പോവുക. ആ കുട്ടിക്ക് അതാണ് പണി. ആ കുട്ടിക്ക് ഏതെങ്കിലും ഗുരുക്കന്മാരെ കാണുക എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ രാത്രി 9 മണിക്ക് കാർ എടുത്ത് തന്നെ മോള്, ചെറിയ മോളാ, അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല, അന്ന് മാരീഡ് ആണ്, ചെറിയ കുട്ടീന്റെ. അപ്പൊ ഹിമാലയത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി ഉടനെ ചോദിച്ചു, ഹിമാലയത്തിൽ ആ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്ന്. അപ്പൊ ദീദി ഉടനെ പറഞ്ഞു, ബാബാജി ആയിരുന്നു എന്ന്. ഒരു ജന്മ ആ കുട്ടി ഓ, ബാബാജി. നമുക്ക് തന്നെ മുടിയൊക്കെ ഏറ്റുന്നു ആ അതെ കേട്ടപ്പോ തന്നെ. അതെ 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 അതെ. എന്താ നമ്മൾ വിശ്വസിക്കില്ല, മുമ്പിൽ ആ ഒരു ജന്മ ആ കുട്ടിക്ക് അതുകൊണ്ട് ആ തേടല്, അങ്ങനെ തേടല കുട്ടിക്ക്. പിന്നെ ശരി, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ദീദി കുറച്ചു നേരം കുട്ടിയോട് സംസാരിച്ചു. ദീദി ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുക. ദീദി എവിടെയെങ്കിലും ഇരുന്നാൽ ദീദിക്ക് ഉടനെ ഹീലിംഗ് തുടങ്ങും, ആ വീട് ക്ലെൻസിങ് തുടങ്ങി, വേറെ മൂഡിലേക്ക് പോവാ. അപ്പോഴും ഈ മോൾ അവിടെ തന്നെ ഇരിക്കുക. ഞങ്ങൾ ഇത്രയും വൈകില്ല, മോള് പോണില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ എന്തെങ്കിലും അറിയാണ്ടോ ചോദിച്ചപ്പോ പിന്നെ എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ കണ്ണുമൂടി മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞു. ആ കുട്ടി അവിടെ കണ്ണുമൂടി മെഡിറ്റേഷൻ ചെയ്തു. കുറച്ച് കഴിഞ്ഞ് അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മള് അവര് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് ഭക്ഷണം വിളിച്ച് ആ ഭക്ഷണം കൊടുത്തു. അപ്പോഴും ദീദി അവിടെ ഒരു സൈഡിൽ ഇരുന്ന് ഹീലിംഗ് ചെയ്യാം. ഈ കുട്ടിക്ക് ഇവിടുന്ന് പോവാൻ മനസ്സില്ല. ഈ കുട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുക പോവാണ്ട്. ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു. ഈ കുട്ടി ഡ്രൈവർ ഉണ്ട്, കാറിന് ഡ്രൈവറും കൊണ്ടുവന്നെ. അത്യാവശ്യം നമ്മള് ആ കണ്ണൂർ ആ വീട്ടിലേക്ക് പോണ വഴി പറഞ്ഞ അയാൾക്ക് അറിയാലോ, അത്രയും ഒരു ചെറിയ റോഡല്ലേ, ഇറക്കം. അതിന്റെ ഒരു സൈഡ് ഫുള്ള റോഡ് ഇല്ലാണ്ട് പിന്നെ ഒരു സൈഡ് കുറച്ചുകൊണ്ട് ഒരു ചെളിക്കുണ്ട് പോലെയാ. അപ്പൊ ഇവരെന്ത് കാറ് കൊണ്ടുവന്ന് ഇവര് പോവാനായിട്ട് ഇവിടുന്ന് എല്ലാം ബായി പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി. ടേൺ ചെയ്ത് അവിടുന്ന് റിവേഴ്സ് വന്നിട്ട് ടേൺ ചെയ്യണമായിരുന്നു. അവർക്ക് കാറ്, വലിയ കാറാ, തിരിക്കാൻ പറ്റില്ല. ഈ റിവേഴ്സ് പോയപ്പോ കാറ് ചെളിക്കുണ്ടിൽ വീണു. ഈ കാറ് പിന്നെ അവർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ സുനിത ദീദി ഇവിടെ നിന്ന് ഹീലിംഗ് ചെയ്യാം, ഞാനും അവിടെ ഇരിക്കുന്നു. വേറൊരു കോള് വന്ന ആ കോളില് അവർക്കൊരു മെസ്സേജ് കൊടുത്തിരിക്കുക. അപ്പൊ ഈ കുട്ടി തിരിച്ചു ഓടി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കാറ് റിവേഴ്സ് എടുത്തപ്പോ ചെളിക്കുണ്ടിൽ വീണ, അതൊന്ന് തള്ളാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വരുമെന്ന് ചോദിച്ചു വിളിച്ചു. അപ്പൊ ഞങ്ങൾ പോയി, ഞാനും ഉണ്ടായിരുന്നു, ഷീജാജിനെ. ഞങ്ങൾ പോയി, അവരുടെ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ എന്ന് പറഞ്ഞ വയസ്സായി അവരാ. അവര് പോയി തള്ളിയപ്പോ ഈ കാറ് അനങ്ങണില്ല. എന്ത് ചെയ്താലും ഈ കാറ് അവിടെ നിന്ന് നീങ്ങണില്ല. നമ്മൾ ആ മോൻ കുറെ നേരം നോക്കി, ഞങ്ങൾ കാറ് വന്ന് തള്ളി നോക്കുമ്പോഴും അനങ്ങില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആ മോനോട് ഇറങ്ങിയിട്ട് ഞാൻ ഓടിക്കാൻ, നിങ്ങൾ വേണമെങ്കിൽ കുറച്ചുകൂടി ആണുങ്ങളാകുമ്പോ കുറച്ചുകൂടി ആരോഗ്യത്തോടെ ചെയ്യാൻ നോക്കി റിവേഴ്സ് നോക്കിയിട്ട് വണ്ടി അനങ്ങണില്ല, ഒന്നുമേ അനങ്ങണില്ല. അപ്പൊ എനിക്ക് എന്തോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇത് വേറെ എന്തോ കാരണമായിരിക്കും, അല്ലാണ്ട് ഇത് ഇങ്ങനെയാവില്ല. ഞങ്ങൾ കുറെ പലകി കല്ല് അത് ഇതൊക്കെ കൊണ്ടിട്ടിട്ട് ചെളിക്കുണ്ടിന്ന് വണ്ടി അനങ്ങണില്ല. അപ്പൊ ഞാൻ ഈ കുട്ടി ഇവിടെ ഇരിക്കുമ്പോ ഡെയിലി സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് 3 മണിക്ക് 3 AM സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് 3 മണിക്ക് എണീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു 3 മണിക്ക് പറ്റില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സമയത്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിച്ച് വന്നപ്പോ ആ കുട്ടി പറഞ്ഞു സബ്സ്ക്രിപ്ഷൻ എടുക്കാം എന്ന് പറഞ്ഞു. പൈസ കയ്യിലെടുത്തിട്ട് ഈ കുട്ടി എത്രയാണ്ട് എല്ലാം ചില്ലറ ആക്കി കൂടി പൈസ കയ്യിലെടുത്ത് അവിടുന്ന് അവരുടെ ചേഞ്ച് കൂടി വാങ്ങി, അവിടെയുള്ള ഷിജാജിയുടെ ചേഞ്ച് കൂടി വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ആ കുട്ടി എന്തോ കാരണത്താല് പിന്നെ അല്ല റെഗുലർ സെക്ഷൻ തന്നെ ഞാൻ 3 മണിക്ക് അറ്റൻഡ് ചെയ്യാന്നുള്ള 3 മണിക്കുള്ള സെക്ഷൻ ഫ്രീ ആണെന്ന് ആ കുട്ടിക്ക് അറിയണ്ടായിരുന്നില്ല. അതിന് പേയ്മെന്റ് ഉണ്ടെന്ന് ഈ കുട്ടി വിചാരിച്ചേ. അപ്പൊ ഞങ്ങൾ എന്തോ വർത്താനത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞു 3 മണി സെക്ഷൻ ഫ്രീ ആണ്, അത് എല്ലാവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാം, അതിന് പൈസ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന്. അപ്പൊ ആ മോള് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ 3 മണിക്ക് തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഈ പൈസ തിരിച്ച് ബാഗിൽ തന്നെ ഇട്ടു. ഈ ബാഗ് കൊണ്ട് കാറിൽ വെച്ചിട്ടുണ്ട്. ഈ കുട്ടി എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്, കാറിൽ വേറെ ആരും ഇല്ല, ഈ ബാഗ് മാത്രം അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. എനിക്ക് എന്താ അറിയില്ല, എന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തോന്ന് ഇങ്ങനെ തോന്നി, ദീദിക്ക് എന്തോ കൊടുക്കാനുള്ള പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ദീദി അപ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ടില്ല കേട്ടോ. ദീദി അവിടെ ഇരുന്ന് അവിടെ ഹീലിംഗ് ചെയ്യാ വീട്. അപ്പൊ നമ്മൾ അവിടെ പോയി ചോദിച്ചു ദീദിയോട്, എന്തെങ്കിലും ദീദിക്ക് തരാനായിട്ടോ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ ദീദി പറഞ്ഞു ഇല്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആ കുട്ടിയുടെ കാർ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, എന്തോ ദീദി അവിടെ വന്നാലേ അത് നടക്കുള്ളൂ, എന്താന്ന് അറിയില്ല. ദീദി ഒരു കാര്യം ചെയ്യാ, പൈസ കുട്ടിയുടെ നിന്ന് വാങ്ങൂ, ഒരുപക്ഷെ ആ പൈസ തിരിച്ച് കാറിൽ ഇരിക്കണോണ്ടാവോ കാറ് പോവാത്ത, ദീദിക്കുള്ള പൈസയാവും ചിലപ്പോ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഇങ്ങനെ ഈ പൈസ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ദീദിക്ക് കൊടുത്തേക്കൂ, ദീദിയുടെ കയ്യിൽ കൊടുക്കൂ, അത് ഒരുപക്ഷെ അത് ദീദിക്ക് എത്തിച്ചേരേണ്ട പൈസയാവും, നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണ കാരണമായിരിക്കാം ബാബാജി നിങ്ങളെ പറഞ്ഞേക്കാത്തേന്ന് തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. അങ്ങനെ ആ പൈസ ആ കുട്ടി ദീദിയുടെ കയ്യിൽ കൊടുത്തു. പറഞ്ഞോണ്ട് ദീദി അത്രയും പറഞ്ഞിട്ടാ ദീദി വാങ്ങിയേട്ടാ. ഞങ്ങളൊരു അത്രയും വാങ്ങാൻ പറഞ്ഞോണ്ടാ ദീദി വാങ്ങിയത്. അത് കയ്യിൽ പിടിച്ചു. എന്നിട്ട് ദീദി അവിടെ വന്നു. ദീദി അവിടെ വന്നിട്ട് ജസ്റ്റ് കാറുമ്മ ടച്ച് ചെയ്തു ദീദി. അപ്പൊ പിന്നെ കാറ് റിവേഴ്സ് പോണില്ല. അപ്പൊ എന്നിട്ട് ദീദി പറഞ്ഞു, ദീദി കൈ വെച്ച് ദീദി തള്ളിയിട്ട് പറഞ്ഞു ഒന്നും കൂടി പുഷ് ചെയ്തെടുക്കാൻ പറഞ്ഞു. ഞാൻ പുഷ് ചെയ്ത് വണ്ടി കൂളായിട്ട് വന്നു, പുറത്തേക്ക് വന്നു വണ്ടി.
ഈസി ആയിട്ട് വന്ന് റിവേഴ്സ് വന്നു. എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പൊ എന്നിട്ട് ഞാൻ വണ്ടിന്ന് ഇറങ്ങി വന്ന് ഞാൻ ചോദിച്ചു, ദീദി എന്താ വണ്ടി, അപ്പൊ എന്താ ദീദി ഇങ്ങനെ വണ്ടി ഇവിടെ നിക്കാൻ കാരണം ചോദിച്ചപ്പോ ദീദി പറഞ്ഞു, ആ മോളോട് കാക്കല് വീഴാൻ പറയാന്ന് ബാബാജി. ദീദീന്റെ കാക്കല് വീഴാനായിട്ട് ബാബാജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദീദിക്ക് അത് പറയാൻ വിഷമം. അപ്പൊ ദീദി പറയും, പിന്നെ ആ കുട്ടി കാക്കല് വന്ന് വീണതിന് ശേഷം ഈ വണ്ടി പോയത്. അപ്പൊ ഒരു അപ്പൊ അവിടെ ഞാൻ അറിയണേ, നമ്മളോട് സാധാരണ പോലെ ദീദി എനിക്കിപ്പോ ഞാനിപ്പോ റെസിനാജിനൊക്കെ എങ്ങനെ വർത്താനം പറയാം അതുപോലെ ഞാൻ ദീദിയോട് ഹാൻഡിൽ ചെയ്യണം. പക്ഷെ അങ്ങനെയല്ല ദീദി എന്നുള്ളത് നമ്മൾ ഒരു നിമിഷം കൊണ്ട് ആള് തെളിയിച്ചു അത്. അത് ഭയങ്കര ഒരു ഷോക്ക്. എനിക്ക് അവിടെ അവർക്കൊക്കെ അറിയാതെ അവിടെയുള്ള അത്രയൊരു ഷോക്കായി അത്. ആളെ എന്നിട്ട് ഫുള്ള് ചെളിയാ ആളുടെ ഡ്രസ്സിൽ. കാരണം ഈ വണ്ടി തള്ളാൻ വന്നത് ഇരുട്ട് വരെ, ലൈറ്റും ഇല്ല അവിടെ. അവിടേക്കൊന്നും സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല, അവിടെ ഇരുട്ടായിട്ടുള്ള ഒരു സ്ഥലാ. അങ്ങനെ അത് ഞങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ പിടിച്ചിട്ടാണ് ലൈറ്റ് വെച്ചിട്ട് അത് ചെയ്തോണ്ടിരുന്നത്. എന്നിട്ട് ഇവിടുന്ന് ആ കുട്ടി പോയി പൈപ്പിന്റെ ചോട്ടില് കഴുകുമ്പോ ദീദി തന്നെ കഴുകി കൊടുക്കുക, ദീദി തന്നെ ആ കുട്ടീനെ സമാധാനിപ്പിക്കുക. നമുക്ക് വെച്ചാൽ ബാബാജിയോടുള്ള സ്നേഹം നമുക്കത് കാണുമ്പോ ഭയങ്കര ഒരു കുട്ടി അമ്മ കുട്ടീനെ സ്നേഹിക്കുന്ന പോലെ ദീദി അങ്ങനെ ആ കുട്ടിയോട് അങ്ങനെ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞാൻ ആ കുട്ടിയോട് ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് സമയം കിട്ടിയിട്ടില്ല ഇതുവരെ. ആ കുട്ടി ഇന്റർവ്യൂവിന് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ ബാബാജിന്റെ ഒരു അവതാരമായ കുട്ടിയില്ല. ഇപ്പോഴും ഞങ്ങൾ ഇന്നാള് വിളിച്ചപ്പോഴും ആ കുട്ടി പറയാം വേറെ ഏതോ ഗുരുവിനെ കാണാൻ വേണ്ടി പോയിട്ട് വന്നേക്കെ പറഞ്ഞു, സെക്ഷൻ അറ്റൻഡ് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു വലിയൊരു അപ്പൊ ദീദിയിലൂടെ നമ്മളൊരു ഗുരുവിന്റെ കൂടെ നടക്കുമ്പോ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. ഗുരുവിൽ നിന്ന് നമുക്ക് ചില നിമിഷങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്ക്. അപ്പൊ ഒരു കാറ് ചെളിക്കുണ്ടിൽ കിടന്നിട്ട് ഒരു ക്രെയിൻ കൊണ്ടുവന്നാലേ കയറ്റാൻ പറ്റുള്ളൂ, അത്ര ഉണ്ടത്. കാരണം ഒരു ക്രെയിൻ വന്ന് വലിച്ചാലേ കാർ ഒന്ന് കേറില്ല. അങ്ങനെ കാരണം പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിലേക്ക് സുന്ദാതിക്ക് പോണത് ആ വഴി ബ്ലോക്കാ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്ത് ചെയ്യും, രാവിലെ വേറെ ആണുങ്ങൾ ആരും ഇല്ല അവിടെ. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ ഇത്രയും ഈസി ആയിട്ട് ആ സംഭവം നടന്നു. അപ്പൊ ഒരു ഗുരു ഉണ്ടെങ്കിൽ എത്ര വലിയ കഠിനമായിട്ടുള്ള കാര്യവും ഈസി ആയിട്ട് നമുക്ക് നടക്കും. അത്രയ്ക്കും നമ്മള് വലിയൊരു അനുഭവമാണ് എനിക്ക് കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ദീദിക്ക് ഓരോ സ്ഥലത്ത് പോയാലും ആ സ്ഥലത്ത് നിന്ന് പോവാനായിട്ട് ദീദി ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. തൃശ്ശൂരിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടാണ് ദീദി കണ്ണൂർക്ക് ഒന്ന് വന്നത്. അപ്പൊ കണ്ണൂരിൽ നിന്ന് പോകുമ്പോ ഞങ്ങൾ എയർപോർട്ടിൽ പോയി ദീദിയോട് ഞങ്ങൾ പറഞ്ഞത് കരയാനേ പാടില്ലാന്ന്. അങ്ങനെ ദീദിനെ ഞങ്ങൾ യാത്ര അയച്ചു. വളരെ നല്ലൊരു ട്രിപ്പ്, എന്താ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമുക്ക് ദീദിന്റെ കൂടെ നടക്കാനായിട്ട് അത് കുറച്ച് നിങ്ങൾക്കൊന്നും അത്രയ്ക്കും പൂർണ്ണമായിട്ടും അതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കണം, റിട്രീറ്റ് കൊണ്ടുവരണം, 3-4 ദിവസം ദീദിയുടെ കൂടെ ഇരിക്കാനുള്ള ഒരു അവസരം. അങ്ങനെ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. ഈ ഒരു ജന്മത്തിൽ നമുക്കൊരു പുണ്യമായിട്ട് തന്നെ കാണാൻ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. ഞാൻ ഏതോ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരാളുടെ കൂടെ നടക്കാനും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയത്. എന്നാലും നമുക്ക് എന്തൊക്കെയോ കുറെ ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല, ആദ്യമായിട്ടായത് കാരണം കുറെ അധികം കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു മനസ്താപം എപ്പോഴും ഉണ്ട് എനിക്ക്. ഒരുപാടധികം നമ്മൾ ചെയ്യാണ്ട്, അവർക്ക് ഗുരുവിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, നമ്മുടെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത്. ഇന്നലത്തെ സെക്ഷനിൽ ദീദി എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമി സമർത്ഥ് എന്ന് പറയുന്ന നമ്മുടെ ഗുരു വന്ന് വിശ്വഗുരുവായി മാറിക്കഴിഞ്ഞു. ആ വിശ്വഗുരുവിനെ ശിവനും പാർവതിയും കൂടി അവരുടെ ആ ഒരു വാക്കിനെ തള്ളാനായിട്ടുള്ള ഇതില്ല, അത്രയ്ക്കും പവർഫുൾ ആന്ന് പറയുന്നത്. അപ്പൊ ഒരു ഗുരുവിന്റെ സ്ഥാനം എത്ര മേലെ നോക്കും, ഭഗവാന്റെ മേലേക്ക് ആയി കഴിഞ്ഞ ഒരു ഗുരുവിന്റെ സ്ഥാനം. അത്രയ്ക്കും ഈ ഇതില് നമുക്ക് ഗുരുവിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു നല്ലൊരു കേരള ട്രിപ്പ് ആയിരുന്നു അത് നമുക്ക്. കേരള ട്രിപ്പ് അല്ലേ? അതെ, കേരള ട്രിപ്പ് പ്രത്യക്ഷത്തിൽ അതിനെ അനുഭവിക്കാനും ഇങ്ങനെ കണ്ണില് വിറ്റ്നസ് ചെയ്യാനും പറ്റിയത് ഗീതാജിയുടെ ഒരു സൗഭാഗ്യം. അതെ അതിൽ തന്നെ റെസിനാജിനെ എങ്ങനെയാണ് ട്രാൻസ്ലേഷന് വേണ്ടി സെലക്ട് ചെയ്ത് നോക്കൂ, അതും എന്റെ കൺമുന്നിൽ ഞാൻ കണ്ടതാ. എത്രയോ രസകരമായിട്ട് സുന്ദാദീദി നിങ്ങളെയൊക്കെ അതിലേക്ക് കണക്ട് ചെയ്തേക്കണേ. എത്രയോ നാളുകളായിട്ട് നിങ്ങളൊക്കെ ഇതിലുണ്ട് അല്ലെ? ശ്രീവിദ്യാജിയും ഉണ്ട്. എത്രയോ കാലങ്ങളായിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടുണ്ട്. പക്ഷെ റെസിനാജി വന്നത് അത്ഭുതകരമായിട്ട് അന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്ത അന്ന് വന്ന് നിങ്ങൾ ഗ്രൂപ്പിൽ കൂടി ഇല്ല. അതെ, അത്ഭുതകരം. അപ്പൊ ആ ഒരു സെക്ഷൻ നടന്നത് തീർച്ചയായിട്ടും റെസിനാജിക്ക് വേണ്ടിയിട്ടാണല്ലോ. ആള് ഓരോ സ്ഥലത്ത് വന്നെങ്കിലും ഓരോ പ്രാധാന്യം, ഓരോ ബാബാജിയുടെ ഒരു പ്ലാനിലൂടെ അല്ലെ? എല്ലാം ബാബാജിയുടെ ഒരു പ്ലാനിലൂടെ ഇങ്ങനെ നമ്മൾ അതിന്റെ ഒരു ടൂൾസ് തന്നെ. അതാണല്ലോ ബാബാജിയായിട്ട് നമ്മൾ കുറെ നാളുകളെ കൊണ്ടുള്ള ഒരു ജന്മ കണക്ഷൻ. ബാബാജി നമ്മളെയൊക്കെ തേടി വന്നതാണ്, നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. അതൊരു വലിയ, നമുക്ക് ഇനിയും ഇതിനോട് മുന്നിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ചെയ്യാനായിട്ട്. അതിലേക്കായിട്ട് വേണം നമ്മുടെ ഇനി ഓരോ സമയവും ആ ഗുരുവിലൂടെ നമ്മൾ ഒരുപാട് അറിയാനും പ്രവർത്തിക്കാനും. അതായിരിക്കണം നമ്മുടെ എയിമും. അങ്ങനെയാണ് എന്റെ ഉള്ളിൽ. എനിക്ക് ബാക്കിയുള്ളതൊക്കെ എനിക്ക് സെക്കൻഡറിയാ.
ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് സെക്കൻഡറിയാ. പക്ഷെ എനിക്ക് ഇതെന്തോ ഒന്ന് ഞാൻ ഭൂമിക്ക് വേണ്ടി ചെയ്യാണ്ട് ബാബാജി നമ്മളെ ഏൽപ്പിച്ച ഒരു ജോലി അത് എന്നുള്ള ഒരു മനസ്സത് അതിലാണിപ്പോ പൂർണ്ണമായിട്ട്. അതുകൊണ്ട് വേറെ എനിക്ക് ഒരു ചിന്തകളൊന്നുമേ ഇല്ല. ഇതിനു വേണ്ടി എന്തൊക്കെ എന്നോട് ചെയ്യാൻ പറഞ്ഞു അതൊക്കെ ചെയ്യാന്നുള്ളതാണ്. അതിലെ ഒരുപാട് ഒരു ദിവസം നമ്മൾ എത്ര മിസ്റ്റേക്കുകൾ ചെയ്യണം, ആ മിസ്റ്റേക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് എത്ര സമയം വേണമെന്ന് പറയാം, അത്രയും സമയം വേണം നമുക്ക്. ഒരു ദിവസം നമ്മൾ സുനിതാ ദീദി പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യാൻ നമുക്ക് നമ്മളെ മാറ്റിക്കൊണ്ടുവരാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ നിന്ന് തൊട്ട് കുളിക്കുന്നതിൽ നിന്ന് തൊട്ട് വീട് ക്ലീനിങ്ങിൽ തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെയുള്ള മക്കളെ വരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണ ഒരു വീട് കൊണ്ട് നമ്മൾ ഒരുപാട് ഡിസിപ്ലിനോട് കൂടി ഒരു ഗുരുവിന്റെ ഗൈഡൻസോട് കൂടി എന്നെ വരണം. അപ്പൊ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും അധികം എനിക്ക് പറയാൻ വെച്ചാൽ ഒരു പാരന്റ് നോക്കും, ഒരു ദേഷ്യം വന്ന ഒരു കുട്ടീനെ ചീത്ത പറയുമ്പോ ഇവരുടെ ഉള്ളിൽ എന്തൊക്കെ ട്രോമ, എന്തൊക്കെ ദേഷ്യ വികാരങ്ങൾ ഇതൊക്കെ കൊണ്ട് കുട്ടിയുടെ മേലിൽ തട്ടൂലേ. ആ കുട്ടി അപ്പൊ എങ്ങനെ വളരണം, എത്ര. പക്ഷെ ഒരു ഗുരുവിന്റെ കൂടെ ഗൈഡ് ചെയ്ത് പോണ ഒരു പാരന്റ് വന്ന് മെഡിറ്റേറ്റർ ആണെങ്കിൽ ആ കുട്ടീനെ അങ്ങനെ വളർത്തും അവര്. ദിവ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് ഒരു പാരന്റ് റിയലി ഒരു ഗുരുവിന്റെ അണ്ടറിലുള്ള മെഡിറ്റേറ്റർ ആവണം എന്ന് പറയാനുള്ള കാരണം. വെറുതെ മെഡിറ്റേറ്റർ ആയാൽ പോരാ, ഒരു ഗുരുവിന്റെ അണ്ടറിലുള്ള അപ്പൊ മാത്രമേ അവർക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ശരിയോ തെറ്റോ എന്ന് അറിയണമെങ്കിൽ ഒരു ഗുരുവിന്റെ ഗൈഡൻസ് നമുക്ക് തീർച്ചയായിട്ടും വേണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത്, ഒരു സംശയവും ഇല്ലാത്ത കാര്യം അത്. അതൊക്കെ എനിക്ക് ഇപ്പോഴാണ് ഒരു തിരിച്ചറിവ്. എനിക്കും ഉണ്ടല്ലോ ഒരു മോളെ ഞാൻ വളർത്തുന്നു. അപ്പൊ അവളെ ഞാൻ എങ്ങനെയാണ് മുന്നേ ഹാൻഡിൽ ചെയ്തത്, ഇപ്പൊ ഞാൻ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് തിരിച്ചറിയണത്. അങ്ങനെ അതെ അതെ. പിന്നെ മാത്രമല്ല നമ്മുടെ മനസ്സ്, ചിന്തകൾ, ഡിസിപ്ലിനിൽ അതും കൂടി രീതി അതെ. പറയുണ്ടായല്ലോ. പിന്നെ ഓരോ തീർച്ചയായിട്ടും വാക്കും ചിന്തകളും മനസ്സും അതെ ഒക്കെ നമ്മൾ ആ ഒരു ഡിസിപ്ലിനോടെ തന്നെ അതെ കൂടുതൽ സംസാരിക്കാതെ അതെ ആവശ്യത്തിന് മാത്രമൊക്കെ സംസാരിച്ചിട്ടും അതെ എനർജി അതെ അതെ ഇങ്ങനെ അതെ കൊണ്ടുപോകണമെന്നുണ്ട്. എനർജി എങ്ങനെ സേവ് ചെയ്യണം, നമ്മുടെ എനർജി അതെ സേവ് അതെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഇന്നത്തെ സെക്ഷനിലെ എനർജി സേവ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയിലെ എല്ലാ ബോഡീനെയും വിട്ട് മൃത്യുലോകത്തിന് പോകാനായിട്ട് എനർജി സേവ് ചെയ്യാനാണ് ഞാൻ ആദ്യം പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് നമ്മൾ സംസാരം കുറയ്ക്കുക, കണക്ഷൻസ് കുറയ്ക്കുക. ഇതൊക്കെ തന്നെ ആദ്യം അതെ പഠിക്കേണ്ട പാഠങ്ങൾ. അവിടുന്ന് തൊട്ടേ തുടങ്ങുന്നുണ്ട്. രാവിലെ തൊട്ടേ സുനിതാ ദീദി പറഞ്ഞ കാര്യം അവിടുന്ന് തൊട്ടേ തുടങ്ങുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മാറി വരലും നമ്മുടെ കൂടെ എല്ലാവരും മാറലും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ആ ഒരു യാത്ര അതൊരു നമുക്കൊരു എക്സ്പീരിയൻസ് തന്നെ, വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ പറയേണ്ടതായിരുന്നു. ഇത് ഞാൻ കുറെ നാൾ കൊണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടി വെച്ചതായിരുന്നു. റെസീനാജിലൂടെ അത് ഒരു സമയം എന്നാണ് എത്തിയത് നമുക്ക്. അതെ അതെ. ഓക്കെ. എന്തായാലും വളരെ എന്താ പറയാ, ഈ അനുഭവങ്ങളൊക്കെ കേട്ടിരിക്കുമ്പോ തന്നെ നമുക്കതൊരു കോരിത്തരിപ്പ് എന്നാണോ എന്താ പറയണ്ടേന്ന് അറിയില്ല. ഈ ഒരു അതെ ജന്മത്തിൽ അത് അനുഭവിക്കാൻ സാധിക്കുന്നല്ലോ ഭഗവാനെ, അല്ലെങ്കിൽ അതെ ഗുരുക്കന്മാരുടെ ആ ഒരു കൃപ, എല്ലാവരുടെയും അതെ ഒരു കൃപാ കടാക്ഷം നമുക്ക് സുനിതാ ദീനെ പോലെയുള്ള ഒരു ഡിവൈൻ പേഴ്സണിനെ കിട്ടിയതും അല്ലെ, ഒരാളെ അതെ അതെ കിട്ടിയതും അതെ അതെ. അത് അതും ഞാനിപ്പോ എന്താ വലിയൊരു പറയുന്നത്, പുണ്യം. അതെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ റെസിനാജി ഒക്കെ വന്ന് നോക്കുക, ഒരു മിറാക്കിൾ പോലെയല്ലേ അതിൽ വന്നത് അന്നത്തെ ദിവസത്തെ അതെ സെക്ഷൻ പിന്നെ അറ്റൻഡ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ ശരിക്കും കുറെ പേര് എവിടെയോ ഉറങ്ങി കിടക്കുന്നുണ്ട്, ഇവരൊക്കെ ഉണർത്തണേ നമ്മൾ ജോലി ചെയ്യാണ്ട് റിട്രീറ്റുമാര് വെച്ചിട്ട് എങ്ങനെയോ നമ്മൾ ജോലി ചെയ്യാണ്ട്. കാരണം ഇതുപോലെ അറിയാണ്ട് ഉറങ്ങി കിടക്കുന്നുണ്ട് കുറെ പേര്, ദാഹം അതെ കൊണ്ടിരിക്കുന്നുണ്ട്. അതെ അവർ അറിയണില്ല അങ്ങനെ ഉണ്ട് എന്നുള്ളത്, അതെ അവരെ അറിയിക്കും നമ്മുടെ അതെ ഡ്യൂട്ടികളാ. അതെ അതെ. അതാ നമ്മൾ ജോലി ചെയ്യാണ്ട്. അവരുടെ സ്ഥിതിയിലേക്ക് ഉം. നമ്മളപ്പം നമ്മുടെ ജോലികളൊക്കെ എത്രയും പെട്ടെന്ന് നമ്മുടെ ബാബാജി അത് ഏൽപ്പിച്ച് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് അതെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. അതെ അതെ, അതെ. ഗുരുവിനെ കിട്ടി, ഗുരുവിന്റെ കൂടെ ഓ, നടക്കാനാണ് ഇനി പഠിക്കേണ്ടത്. നമ്മൾ പിച്ച വെച്ച് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ, നമ്മൾ പിച്ച വെച്ച് അതെ അതെ തുടങ്ങിയിട്ടുള്ളോ ഗുരുവിന്റെ കൂടെ നടക്കാനായിട്ട്. സ്റ്റഡി ആയിട്ട് നടക്കാൻ ഇനിയും സമയം എടുക്കും നമ്മള്. അതെ. അങ്ങനെ അതുപോലെ ഈ കൊജാഗിരി കൊജാഗരി കൊജാഗിരി പൂർണിമ, പൂർണിമ പൂർണിമ. അപ്പോ അന്ന് അത് അയ്യോ രജിരാജിന്റെ വളരെ എക്സ്പീരിയൻസാ. ദിവ്യം. അതാ അതെ പറഞ്ഞ അതെ അത് അന്നത്തെ ദിവസം അന്ന് ഞാനാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയണേ റെജിനാജിയോട്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ആയ മെഡിറ്റേഷൻ ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റി എനിക്ക്. ട്രാൻസ്ലേഷൻ ഉം. ചെയ്യുമ്പോ അത് ഞാൻ അങ്ങോട്ട് വേറെ ലെവൽ എനർജിയിലേക്ക് എനിക്ക് പോകാൻ പറ്റി. ഭയങ്കര ഒരു സന്തോഷം. അപ്പൊ ഞാൻ ഓരോ നിമിഷം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, നീ ചെയ്യാൻ പറ്റിയ നിമിഷത്തിന്. ഒരു ട്രാൻസിൽ പോവാണ്ട് എന്നെ സഹായിച്ചത് ആ ഒരു 4 ദിവസത്തെ മറ്റേ ഇതായിരുന്നു പൂജ. നമ്മുടെ ഇത് ചെയ്തില്ലേ നമ്മുടെ രാവിലെ അഗ്നിഹോത്രം 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 അല്ലേ. അഗ്നിഹോത്രം ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കത് ഒരു നിമിഷം പോലും ഞാൻ ഉം. ട്രാൻസിൽ പോയില്ല, അത്ര എനർജി ആയിട്ട്. പിന്നെ ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോഴും എനിക്ക് ഒരളവിന് കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നി എനിക്ക് നന്നായിട്ട്. ഉം. മറ്റേത് ഇടയിൽ നമുക്ക് ഇങ്ങനെ ട്രാൻസിൽ അതെ പോവായിരുന്നു. അതെ. അന്ന് എനിക്കും അനുഭവം പറയാന്ന് വെച്ചാല്
ആ സ്പൈനല് മണിപ്പൂരക ചക്രത്തിന്റെ അവിടെയൊക്കെ പ്രോസസ്സ് നടക്കുമ്പോ ശരിക്കും ഇങ്ങനെ അറിയായിരുന്നു. അതെ നട്ടെല്ലൊക്കെ ഇങ്ങനെ വിടർത്ത് ഇങ്ങനെ വരുന്ന പോലെയൊക്കെ. ഓ അതാ അതിന്റെ ഉള്ളില് ആ ഒരു എന്താ പറയാ ക്രിക്കറ്റ് ബോളിന്റെ അളവിലുള്ള മെർക്കബ പിരമിഡിന്റെ ഉള്ളിൽ വരുന്ന എനർജിയിൽ നമ്മൾ ഫീൽ ചെയ്യുമ്പോ അത് ആ മ്യൂസിക്കും കൂടി അതെ വെക്കുമ്പോ എന്റെ അമ്മ എവിടെയോ തലങ്ങളിലേക്ക് നമ്മൾ എത്തുക. അതൊക്കെ ഒരു അതെ ഗുരുവിനല്ലേ ശരി. കഴിയുള്ളൂ. നമ്മൾ ആ ഒരു അതെ അതെ അനുഭവം പിന്നെ എങ്ങനെ. മാത്രല്ല അതെ പിന്നെ ഇത് ഇപ്പൊ നമുക്കൊരു സാധാരണ 3D ലെവലിൽ പോകുന്നവരോട് പറഞ്ഞ അവർക്ക് മനസ്സിലാക്കാൻ മനസ്സിലാവില്ല. പറ്റില്ല. ആ അതാണ് പിന്നെ നമ്മൾ അതാണ് അനുഭവിക്കുന്ന ഈ ഏറ്റവും വലിയൊരു സന്തോഷം അതെ അതാണ്. നമുക്കൊരു അത് സിനിമ കണ്ടാ കിട്ടുമോ ഒരാൾക്കും ഈ ഒരു എന്താ സന്തോഷം? അതെ. അതെ 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 അത് ഇങ്ങനെ ഒരാൾക്കും അങ്ങനെ അതൊക്കെയാണ് വാക്കുകളിൽ മാത്രം ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല അതാ പറ്റണില്ല. അതാ അനുഭൂതി. പറഞ്ഞെ. അതെ അതെ. സുനിതാദീദിയോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോ ഞാൻ പറയും, അയ്യോ അത് ചെറുതായി പോയി, ഇതൊക്കെ നമ്മൾ അങ്ങനെയല്ല, അതിന് അതെ മേലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അതാണ് സർവീസ്. അവർക്ക് വേണ്ടി സർവീസ് ചെയ്യാന്നല്ല, അവർക്ക് നമ്മൾ അത്രയും നമുക്ക് അതെ വേണ്ടി ചെയ്യണ സർവീസ് അതെ തന്നെ. നമ്മളിപ്പോ അവർക്ക് വേണ്ടി ആ ഒരു ഇത് എത്ര പേരിലേക്ക് ഈ എത്രയും പെട്ടെന്ന് സ്വർണ്ണയുഗം കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെ കുറെ അധികം പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. അതെ അത് അതെ അതുപോലെ നമ്മുടെ കാളിമ അവിടെ അസുരന്മാരെയൊക്കെ ചുട്ടുകരിക്കുന്നതും പറിച്ച് തിന്നുന്നതും അതൊക്കെ അതെ നമുക്കിങ്ങനെ ആ ഫീലിൽ എത്തുമ്പോഴേ പിന്നെ അമ്മയെ വിഷ്വലൈസിങ്. സഹായിക്കാൻ വേണ്ടി നമ്മള് കാലഭൈരവാഷ്ടകം അല്ലെങ്കിൽ ലളിതാ ആ അതെ സഹസ്രനാമം അതെ 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 ഇവയൊക്കെ നമ്മളും ചെയ്യണം എന്ന് അതെ പറയുമ്പോ അതെ നമുക്ക് ആ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണല്ലോ. ദേവി എന്താ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതെ നമ്മളും പുറപ്പെട്ട്. സപ്പോർട്ട് ചെയ്യാം. അതെ ദേവി ഇങ്ങനെ ഭയങ്കര കോപത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത് കലീനെ അടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ അതെ കോപം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വീട്ടിലിരിക്കുന്നവരും ദീദിയുടെ കൂടെ ഇരുന്ന് അതെ കണക്ട് ആയിട്ടുള്ള ജപങ്ങളും എല്ലാവർക്കും സ്തോത്രങ്ങളും അഗ്നിഹോത്രം ഓരോ ദിവസം. ഇപ്പൊ ഇന്നത്തെ ദിവസം എന്താ പറഞ്ഞു, ഇന്നിപ്പോ ഇനി ഒരെണ്ണം കൂടി എക്സ്ട്രാ ഓം ഭൂർഭുവസ്വ ഗായത്രി മന്ത്രം ജപിക്കാൻ പറഞ്ഞു. 108 പ്രാവശ്യം അത് ഗായത്രി ജപിച്ചു. ഇന്ന് ജപിക്കാൻ പറഞ്ഞു. ഇന്ന് പുതിയത് ഇന്ന് ഫുള്ള് ഗായത്രി ആയിരുന്നു. രാവിലെ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ ലാസ്റ്റ് അവസാനിപ്പിച്ചത് മെഡിറ്റേഷൻ. ഇന്ന് അത് ബാബാജി അത് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ആ, പറഞ്ഞില്ല, ആ. എനിക്ക് അതും പറയാണ്ട്. എന്താ വെച്ചാല് നമ്മള് പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്നു, മന്ത്രങ്ങളൊക്കെ ജപിച്ചിരുന്നു, ഇതൊക്കെ ചെയ്തിരുന്നു. ഇപ്പോ ഇതൊക്കെ ഉണ്ടെങ്കിലും അന്ന് പണ്ട് ചെയ്യണ സമയത്ത് ഇത് ചെയ്യാൻ ആൾക്കാരൊക്കെ പറയണു, അത് നമ്മൾ ചെയ്യണു, അത്രേ അറിയണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരിടെ ഞാൻ കംപ്ലീറ്റ് ഇതൊക്കെ നിർത്തി. ഒരു നാമജപമില്ല, ഒരു വിളക്ക് കത്തിക്ക്, പൂജാവിനുള്ള ഒന്നും വേണ്ട. ഓൺലി മെഡിറ്റേഷൻ ഉം. മാത്രം മതി. നമ്മൾ ശ്വാസത്തിന് നമുക്ക് ഉണരാം. പക്ഷെ പിന്നെ ഗുരുവിന്റെ അടുത്ത് വന്ന് ഇത് എന്തിനാണ് ചെയ്യണത്, ഇത് ചെയ്താൽ എവിടേക്കാണ് നിങ്ങൾക്ക് കണക്ട് ആണ്, ഏത് ചക്രാസിലേക്ക്, ഏത് സ്ഥിതിയിലേക്ക് എങ്ങനെ നിങ്ങൾ കൊണ്ടുവരാം, ഇതൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അപ്പ നമ്മൾ എത്ര കാര്യം അറിവില്ലാണ്ട് ചെയ്യണു. പക്ഷെ അറിവില്ലാത്ത കാലത്ത് ചെയ്തപ്പോഴും അതിന് ബലം ഉണ്ടായിരുന്നു. പക്ഷെ അതെ അതെ ഇപ്പൊ നമ്മളത് അറിഞ്ഞു ചെയ്യാം. ഇന്ന് ഈ കൂടുതൽ മന്ത്രം നമ്മൾ അറിഞ്ഞ് അല്ലെ മനസ്സുകൊണ്ട് നമ്മൾ അതില് മനസ്സുകൊണ്ട് ഇത് പൂർണ്ണമായും ചെയ്യും. പാർട്ടിസിപ്പേറ്റ് അറിഞ്ഞ് ചെയ്യാണ്. ഈ അതെ മന്ത്രം ജപിക്കുമ്പോ എവിടേക്കൊക്കെ അത് എഫക്റ്റ് ആവണോ, ഏതിലേക്കൊക്കെ ചേരണു എന്നുള്ള ഇപ്പൊ തിരിച്ചറിവോട് കൂടി ചെയ്യാത്. അതെ അതെ അത് അപ്പൊ 3 സ്റ്റേജിൽ കൂടെ കടന്നു വന്നു ഞാൻ. ആദ്യം ഞാൻ വിശ്വാസം ഇല്ലാണ്ട് ഞാൻ മന്ത്രങ്ങൾ ജപിച്ചു. പിന്നെ ഞാൻ കംപ്ലീറ്റ് അതിനെ ഒഴിവാക്കി. പിന്നെ തിരിച്ച് വിശ്വാസത്തോട് കൂടി ചെയ്തു തുടങ്ങി. അപ്പൊ അവിടെ വന്നു ആ തുടങ്ങി അല്ലേ. അപ്പൊ അതെങ്ങനെ ഗുരുവിന്റെ കൂടെ വന്നപ്പോഴാണ്, ഗുരുവിന്റെ ഗൈഡൻസിലൂടെയാണ് നമുക്കത് തിരിച്ചറിവ് വന്നത്. ആ തിരിച്ചറിവ് നമ്മുടെ ഉം. ഉള്ളിലേക്ക് കൊണ്ടുവരാൻ നല്ലൊരു ഗുരുവിന്റെ ഒരു എന്താ പറയാ, അവരുടെ കൂടെയുള്ള ഒരു യാത്രയാണ് നമുക്ക് വേണ്ടി വന്നു. പെട്ടെന്ന് ഒരു ദിവസം മാറിയതല്ല എനിക്കത്. അവരുടെ കൂടെയുള്ള യാത്രയിലൂടെ. എന്നിട്ട് ഞാൻ പൂർണ്ണമായിട്ടും അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ സ്റ്റെപ്പ് മുന്നിക്ക് വെക്കും. ഞാൻ പറഞ്ഞില്ലേ, അഗ്നിഹോത്രം ചെയ്യുന്നതിന്റെ എക്സ്പീരിയൻസ് സ്വയം ഞാൻ അനുഭവിച്ചത്. അത് അവരെന്നെ മാറ്റി, ഞാൻ ഉം. അനുഭവിച്ചിട്ടാണ് ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയേണ്ടായത്. അതും പൂർണ്ണമായിട്ടും ഓരോ സ്റ്റെപ്പ് നമ്മളെ വിശ്വാസത്തിലൂടെ കൊണ്ടുവരിക ചെയ്തത് അതിലേക്ക്. അത് അതെ അതെ നല്ലൊരു അതെ അതാണ് ഗുരുവിന്റെ പ്രാധാന്യം എന്താന്ന് മാത്രമാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. എല്ലാ ഉം. മാസ്റ്റേഴ്സിനോടും ഗുരു എങ്ങനെ ആവണം, അവരിലൂടെ നടക്കാനും നമുക്ക് അറിയണം. ആ ഗുരു എത്ര കണ്ട് വാല്യൂ വർത്തുള്ള ഗുരുവാന്നും കൂടി നമ്മൾ പരീക്ഷണം നടത്തുക. അതും കൂടി അതെ പരീക്ഷിക്കുക അതെ നമ്മൾ. ഗുരു അത്രയ്ക്ക് ഓരോ അതെ ദിവസം ആ ഗുരു നമുക്ക് തെളിയിച്ചു തരുന്നുണ്ട്. ഞാൻ എത്ര വർത്തുള്ള അതെ ഗുരുവാന്നുള്ളത് നമുക്ക് തെളിയിച്ചു തരുന്നുണ്ട്. ആള് എന്നും 3 മണി സെക്ഷനിൽ ഇരുന്നാൽ മാത്രം മതി അത് തിരിച്ചറിയാൻ. അതെ അങ്ങനെ കുറെ നല്ല നല്ല അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ ഒരവസരം നമുക്ക് അല്ലെ, അതൊരു പുണ്യല്ലേ. അതെ 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 പിന്നെ തീർച്ചയായും. അതെ അപ്പൊ അല്ല ഇതുവരെയൊക്കെ നമുക്ക് ഒന്നിക്കൽ പാസ്റ്റിലുള്ള വേദങ്ങൾ മന്ത്രങ്ങൾ അങ്ങനെയാണുള്ളൂ. പിന്നെ ഉം. ഫ്യൂച്ചർ നമുക്ക് ആർക്കും അറിയില്ല. ബട്ട് പ്രസന്റിൽ ഇരുന്നു കൊണ്ട് ഇതൊക്കെ ഈ കലികാലത്തിൽ നമുക്ക് ഈ ദിവ്യമായ കാര്യങ്ങൾ അനുഭവിക്കാനും അതെ അതിന്റെ എഫക്റ്റ് നമ്മുടെ ചുറ്റുപാടിലും ഒക്കെ വരുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ അത് എന്താ വിറ്റ്നസ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് തന്നെ ഭയങ്കര ഒരു വലിയ കാര്യമാണ്. എനിക്ക് തീർച്ചയായിട്ടും എപ്പോഴും അത് തീർച്ചയായിട്ടും
അങ്ങനെയാണ്. അതെ, അതിനൊക്കെ നമുക്കത് ഒരു സുനിതാദിക്കും ഗുരു, അതെ, എല്ലാവർക്കും നന്ദി. സുന്ദരിയുടെ ഗൈഡൻസിലൂടെ നമുക്കത് കുറേ അധികം നമ്മുടെ കൾച്ചർ ഇതൊക്കെ മാറ്റുണ്ടെങ്കിലും എല്ലാം ഒരേ ലൈറ്റിലേക്ക് തന്നെ പോണത്. അതെ. എല്ലാതും ഇപ്പൊ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ, ആചാരങ്ങൾ, എല്ലാ ഹോമങ്ങൾ ചെയ്യും. നമ്മളെ ലേഡീസ് തനിയെ ചെയ്യില്ല. പക്ഷെ അതിലൊക്കെ സ്വയം അതെ. നമ്മൾ ഹോമിക്കുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, ആത്മസംതൃപ്തി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അതൊക്കെ അനുഭവിച്ചറിഞ്ഞു എന്നുള്ളത്. സത്യം പറഞ്ഞ ഇതിനോടൊന്നും ഞാൻ അത്ര അടുത്ത് ചെയ്യാത്ത ആളായിരുന്നു. പക്ഷെ ഞാൻ അത് അനുഭവിച്ച് ഫീൽ ചെയ്ത് അതിന്റെ ഒരു ഹാപ്പിനെസ് എനിക്ക് എന്റെ ഓറ ക്ലെൻസ് ആവണമെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു. ഇപ്പൊ സുന്ദാദീദി നമ്മളോട് എപ്പോഴും സുന്ദാദീദിയുടെ കൂടെ നടക്കുമ്പോ പറഞ്ഞിരുന്ന ഒരു കാര്യം, നിങ്ങൾ എപ്പോ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴും നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടുത്തെ എനർജീനെ നിങ്ങൾ ഫീൽ ചെയ്യാൻ പഠിക്കണം. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന്റെ മുകളിൽ കൂടെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റും. നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സ്കിന്നിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്മെല്ലിലൂടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ഒരു കാറ്റ്, കുളിർമ, അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ആ ഹീറ്റ് കൂൾ, അതിലൂടെ ഇങ്ങനെയുള്ള കുറെ ഇതിലൂടെ നിങ്ങൾക്ക് ആ വേരിയേഷൻ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ എങ്ങനെ തരത്തിലുള്ള എനർജിയാണ് അവിടെ ഇരിക്കുന്നത്, ഏത് തരത്തിലാണ് നിങ്ങളുടെ ബോഡി, ഇപ്പൊ അതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി എനിക്ക്. ഒരു സ്ഥലത്ത് പോയാ അവിടെ ഏത് തരത്തിലുള്ള എനർജിയാണ്, ഇങ്ങനെയുള്ള ഒരു ഇതാണ് ഇതൊക്കെ അപ്പൊ സുന്ദാദീദിയുടെ കൂടെ നടന്നപ്പോഴാണ് അത് അറിയാൻ പറ്റിയത്. അന്ന് ആ ഒരു 4 ദിവസത്തെ യാത്രയില് വരുമ്പോ സുന്ദാദി പ്രത്യേകിച്ച് കണ്ണൂർ വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ അറിയാൻ പറ്റിയത്. കാരണം കണ്ണൂർ വന്നപ്പോ ആ ഒരു ലോങ് ട്രിപ്പിൽ ഞങ്ങൾ കുറച്ച് തനിയെ തന്നെയായിരുന്നു. ആ സമയത്ത് സുന്ദാദീദി അമ്പലത്തിലേക്ക് പോകുമ്പോ, ഞാൻ പറയും കണ്ണൂരിലെ അമ്പലത്തിലേക്ക് പോകുമ്പോ സുന്ദാദീദി ഇവിടുന്ന് ഇറങ്ങുമ്പോ പറഞ്ഞു, ഇവിടുന്ന് അവിടെ അമ്പലത്തിന്റെ അവിടെ എത്തിയപ്പോ ഞങ്ങളോട് നിർത്തിയിട്ട് പറഞ്ഞു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നിങ്ങൾ എനർജീനെ ശ്രദ്ധിക്കുക. എങ്ങനെ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യണു. ഈ അമ്പലത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ പോസിറ്റീവ് എനർജി ആണല്ലോ. അത് സുന്ദാദീദി തന്നെ പറയണ്ടല്ലോ, ഇന്ന സ്ഥലത്ത് ഇന്നെ പോലെ എനർജി ഉണ്ട്, ഇന്നെ പോലെ. അപ്പൊ സുന്ദാദീദിക്ക് അറിഞ്ഞ് നമുക്ക് എന്തോടെ അറിഞ്ഞൂടാ. അപ്പൊ ഇവിടുന്ന് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നിങ്ങൾ എന്തൊക്കെ ഫീൽ ചെയ്യും, നിങ്ങൾ ഉള്ളിലേക്ക് ശ്രദ്ധിക്കും. അത്ര കാലം അമ്പലത്തിൽ പോകുമ്പോ ഞാൻ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാത്ത ഞാൻ ഓരോ സ്റ്റെപ്പും ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മുടെ എനർജി എന്താന്ന് നമുക്ക് അറിയേണ്ടത്, എങ്ങനെ ശ്രദ്ധിക്കണം നമുക്ക് അറിയില്ല. എനർജീനെ എങ്ങനെ ശ്രദ്ധിക്കും? സുന്ദാദീദി ഇങ്ങനെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഇതെങ്ങനെ സുന്ദാദീദിക്കാം? പക്ഷെ അത് എങ്ങനെയാണ് ആള് നമ്മളെ വഴി കാണിച്ചു തന്നു. ഇതിങ്ങനെ നിങ്ങൾ നോക്കൂ, വഴി ഇല്ലാത്തടത്ത് വഴി വെട്ടി നമ്മളെ കൊണ്ടുപോവാ. അവിടെയാണ് ഒന്നുമേ അറിയാണ്ട് അന്ധയായിരുന്നു ഞാൻ. സൈലന്റ് ആണ്, ഡെഡിക്കേഷനോടെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഫുഡ് കൺട്രോൾ ആണ്, കാര്യങ്ങൾ സംസാരിക്കുന്നത് കുറവാണ്. പക്ഷെ ഇമാതിരിയുള്ള കാര്യങ്ങൾ ഒന്നുമേ ശ്രദ്ധിക്കാറില്ല. ഇതിലൊക്കെ ഏകദം ബ്ലാങ്ക് ആയിരുന്നു ഞാൻ. സുന്ദാദീദി എന്താ പറഞ്ഞ അന്ധ പോലെ നീ നടക്കല്ലേ, നീ പറയുന്ന കാര്യങ്ങൾ ഇതിൽ കൂടെ നീ ശ്രദ്ധിക്ക്, ഇന്ന പോലെ നീ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് വരണേ. എത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകുമ്പോ എനർജി വേരിയേഷൻ നമ്മൾ ശ്രദ്ധിക്കാണ്ട്. ആൾക്കാർ പെരുമാറുമ്പോ അവരടുത്ത് വരുമ്പോ നമുക്ക് അറിയാൻ പറ്റും എനർജിന്റെ ആ ഒരു വ്യത്യാസം. അങ്ങനെ കുറെ അധികം ഉണ്ട്. നമുക്ക് ഓർമ്മയിലൂടെ വന്നത് ഇങ്ങനെ പറയാം. അങ്ങനെ നമുക്ക് ഒരുപാട് സമയം നമ്മുടെ നീണ്ടുപോയി തോന്നുന്നു. നമുക്ക് അതെ സെക്ഷൻ നമുക്ക് ചെറുതായി ഇനിയൊരു സെക്ഷനിലേക്ക് മാറ്റി വെക്കണം എന്ന് തോന്നുന്നത്. കുറെ അധികം നമ്മൾ സംസാരിച്ച ബോറടിച്ചു പോകും. ലോങ് ആയി പോകുമ്പോൾ നമുക്ക് വേറൊരു പ്രാവശ്യം വേറൊരു സെക്ഷനിൽ ബാക്കിയുള്ളത് പറയാം. അതായിരിക്കും നല്ലത്. അപ്പൊ എല്ലാ മാസ്റ്റേഴ്സിനും പിന്നെ അതുപോലെ എല്ലാ ഗുരു പരമ്പരകൾക്കും ഗുരുക്കന്മാർക്കും സുനിതാദിക്കും പ്രപഞ്ച മഹാശക്തികൾക്കും നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാവർക്കും, മാതാപിതാക്കൾ, ആൻസിസ്റ്റേഴ്സ്, പിന്നെ ഗീതാജി, സുനിതാദി, എല്ലാവർക്കും, പിന്നെ ഇത് കാണുന്ന എല്ലാ മാസ്റ്റേഴ്സിനും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം നമുക്ക് എത്തിച്ചെന്ന സുനിതാദീദിക്ക് ആദ്യം എന്ന് പറയാം. അങ്ങനെ ഒരു ഗുരുവിനെ നമുക്ക് കണ്ടുമുട്ടിയതിലും, പിന്നെ ഇങ്ങനെ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ ഇങ്ങനെ ഒരു റെജിരാജിനെ ഇങ്ങനെ ഒരു ഇതിൽ കിട്ടിയതിലും വളരെയധികം സന്തോഷം അറിയിക്കുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. താങ്ക് യു. ഇത് ഒരുപാട് പേരിലേക്ക് എത്തി. ഒരുപാട് പേര് നമ്മുടെ LCയിൽ വന്ന് ജോയിൻ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യട്ടെ. എല്ലാവരും വന്ന് മെഡിറ്റേഷൻ ചെയ്യണം, അനുഭവിക്കണം. നമ്മുടെ ഈ ഒരു സന്തോഷം എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയട്ടെ. ആ ഒരു സന്തോഷം എല്ലാവരിലേക്കും നിറയട്ടെ. അതിനൊരു അവസരം നമ്മളായി മാറട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നമ്മൾ ക്ലോസ് ചെയ്യണേ. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ബൈ.